യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ വചനത്തെ വിതച്ച് 1 30 60 100 മേനിയായിട്ട് അത് വളർത്തി കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വേദിയിൽ ബഹുശരായിരിക്കുന്ന വന്യ കോർപ്പിസ്കോപ്പ് അച്ഛന്മാരെ, സദസ്സിലിരിക്കുന്ന വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ദേവാലയത്തിൽ ദൈവാശ്രയ ബോധത്തോടുകൂടി കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയാണ് ഈ ദേവാലയത്തിൽ നമുക്ക് വചനങ്ങൾ ശ്രവിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തെ ആദ്യമായിട്ട് മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ എവങ്കേലിയോൻ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശു തമ്പുരാൻ 12 സ്ലീഹന്മാരെ അയക്കുന്ന ഭാഗമാണല്ലോ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അനന്തരം അവൻ 12 പേരെ അടുക്കൽ വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. 12 സ്ലീഹന്മാരെ അടുക്കൽ വിളിച്ച് 2 പേരാക്കി തീർത്തു, അല്ലേ? അപ്പൊ ആ ദേശത്തിൽ ഓരോ വീടുകളിലേക്കും കർത്താവ് അയക്കുകയാണ്. 12 പേരെ 2 പേരാക്കിയപ്പോൾ എത്ര ടീമായി? അതെ, 6 ടീമായി, അല്ലേ? 12 പേരെ 12 അയച്ചിരുന്നെങ്കിലോ 12 വീട്ടിൽ കടായി. ഇപ്പൊ എത്ര വീട്ടില? 6 വീട്ടിൽ. അതെന്തായിരിക്കും അങ്ങനെ? കർത്താവിന്റെ ആദ്യത്തെ ശിഷ്യന്മാരുടെ മിഷൻ അങ്ങനെയാണ്. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് 2 തിരുമേനിമാരെ ഒരു ഭദ്രാസനത്തിൽ വിട്ടാൽ, എല്ലാ പള്ളിയിലും 2 അച്ഛന്മാരെ വിട്ടാൽ എങ്ങനെ ഉണ്ടാകും, അല്ലേ? സ്വാതന്ത്ര്യം കുറയും. എന്നാ കുറയും? ഒരാളാണ് എന്ത് ചെയ്യാം. 2 പേരാകുമ്പോഴും സ്വാതന്ത്ര്യം കുറയും. കർത്താവ് 2 പേരെ വിട്ടു. മാത്രമല്ല, ഇതൊരു പ്രത്യേക അനുഗ്രഹം കൂടിയാണ്. നമുക്കൊരാശ്രയബോധം ദൈവത്തിൽ ഉണ്ടാകാൻ ഇടയാക്കുന്നതാണിത്. അതുകൊണ്ടാണ് ഈ ആശ്രമ പ്രസ്ഥാനങ്ങളിലൊക്കെ അംഗമായിരിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പൊ അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. അവരെ വിട്ടപ്പോൾ അവർക്ക് ആദ്യം കൊടുത്ത അധികാരം എന്താണ്? ഈ 2 പേരായ ശിഷ്യന്മാരെ ഓരോ വീടുകളിൽ വിടുക. അവർക്ക് ആദ്യം കൊടുത്ത അധികാരം എന്താണ്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ. അപ്പൊ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത ആദ്യത്തെ അധികാരം ഇതാണ്: അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അപ്പൊ അതെന്തിനായിരിക്കാം? നമ്മുടെയൊക്കെ വീട്ടിലുണ്ടോ ഇത്? അശുദ്ധാത്മാവ് ഉണ്ടോ? അന്ന് കർത്താവ് ശിഷ്യന്മാരെ വിട്ടപ്പോൾ അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു വിട്ടു. എങ്കിൽ ഇന്നും പ്രിയമുള്ളവരെ, ദേശത്തിൽ അശുദ്ധാത്മാക്കളുടെ അധികാരമുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്. 2 കൊരിന്ത്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിത് എന്താണ് ഈ വിഷയത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത നാളിൽ കുറെ സംഭവങ്ങളുണ്ട്. ഒരു യുവാവ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പാപം കൂടാതെ ജീവിക്കണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഞാൻ ചോദിച്ച എന്താണ്? അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ, മൊബൈൽ ഫോൺ എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കമില്ല. സന്ധ്യയായി ഇച്ചിരിയോടെ രാത്രിയായി കഴിഞ്ഞാൽ ഈ മൊബൈലിൽ വൃത്തികെട്ട കാര്യങ്ങളെല്ലാം കാണാൻ തോന്നുന്നു. ഇത് വേണ്ടാന്ന് വെച്ചിട്ടും പറ്റുന്നില്ല, മാറ്റാൻ പറ്റുന്നില്ല. പകലായാൽ എനിക്ക് വലിയ ക്ഷീണമാണ്. എനിക്കൊന്നിനും പോകാൻ തോന്നുന്നില്ല. വീട്ടിൽ അമ്മയുടെ മുഖത്ത് നോക്കാൻ തോന്നുന്നില്ല.
സഹോദരിമാരുടെ മുഖത്ത് നോക്കാൻ തോന്നുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. ബസ്സിൽ കയറുമ്പോൾ എന്തൊക്കെയോ ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നുകയാണ്. എന്റെ ചെവിയിൽ എന്തോ ഒരു ശബ്ദം, അസ്വസ്ഥത. ഇതൊരു സംഭവം. വീണ്ടും കൊണ്ട് പ്രിയമുള്ളവരെ, ഇതേപോലെ സമാനമായ അവസ്ഥകൾ. ഉറങ്ങാൻ പറ്റുന്നില്ല, തിന്മ എന്നാ മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം? വചനം ഇങ്ങനെയാണ് പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ 2-ാം ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പത്രോസ് ശ്ലീഹ പറയുകയാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഏതിനോട് തോറ്റോ അതിന് നീ അടിമയാകും. ഏതിനോട് തോറ്റോ അതിന് നീ എന്താകും? അടിമയാകും. ഒരു ഫോണിന് അടിമയായ അനേകരുണ്ട്. ജീവിതം ഹോമിച്ചു പോയവരുണ്ട്, ജീവിക്കാൻ പറ്റാതെ വന്നവരുണ്ട്. ഏതിനോട് നീ തോറ്റോ അതിന് നീ എന്താകും? അടിമയായി തീരും. കർത്താവ് അതിനല്ല നിന്നെ വിളിച്ചത്. കർത്താവ് എന്തിനാ വിളിച്ചതെന്ന് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നു, നീ അടിമയായി തീരണമെങ്കിൽ ഒരാടെ അടിമയാകണം. അതുകൊണ്ടാണ് എല്ലാ ശ്ലീഹന്മാരും ലേഖനം എഴുതിയപ്പോൾ കർത്താവിന്റെ ദാസൻ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കർത്താവിന്റെ അടിമ എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുകയാണ്, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിന്നെ വിളിച്ചത് ഈ ഫോണിനും ചില വ്യക്തികൾക്കും ചില സുഖങ്ങൾക്കും ഒന്നും അടിമപ്പെട്ട് ജീവിക്കാനല്ല. നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, ദൈവത്തിന് അടിമപ്പെടുവീൻ, ദൈവത്തിന് കീഴടങ്ങുവീൻ, ദൈവത്തിന് തോറ്റുകൊടുക്കുവീൻ, ദൈവത്തിന് അടിമപ്പെടുവീൻ. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കൃപ കിട്ടും. വീണ്ടും പറയുന്നു, അപ്പോൾ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ ദൈവത്തിന് അടിമയാകണം. ദൈവം നമ്മളെ ജയിക്കണം, നമ്മൾ തോക്കണം. ഞാൻ ഇന്ന് രാവിലെ ധ്യാനമെടുത്തപ്പോൾ പറയാൻ വിട്ടുപോയൊരു വചനമുണ്ട്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ ദൈവം ജയിച്ചു എന്നും ഞാൻ തോറ്റു എന്നും യെരമ്യാവ് പറയുന്ന ഒരു വചനമുണ്ട്. യെരമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായത്തിലാണത്. യെരമ്യാവ് പറയുകയാണ്, ദൈവം ബലം പിടിച്ചു. ദൈവം എന്ത് ചെയ്തു? ബലം പിടിച്ച് സമ്മതിപ്പിച്ച് ജയിച്ചു. യെരമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചു. ദൈവം ജയിക്കണം. ദൈവം എന്നിലും നിങ്ങളിലും ജയിക്കണം. അതിനാണ് നമ്മളെ വിളിച്ചത്. ദൈവത്തിന് ജയിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണോ? ദൈവത്തിന് ജയിക്കാൻ പറ്റിയ ഒരു കുടുംബമാണോ? കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോ പറഞ്ഞു, സകല അശുദ്ധാത്മാക്കളെ ആ വീട്ടിൽ നിന്ന് ഇറക്കണം. എങ്ങനെ ഇത് ഇറങ്ങിപ്പോകും? ആകയാൽ പ്രിയമുള്ളവരെ, ദൈവത്തിനൊരു ആഹ്വാനമുണ്ട്. എന്താണെന്നറിയാമോ? തിന്മയെ നീ തോൽപ്പിക്കണം. ആദ്യത്തെ ആഹ്വാനം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കായേനോട് ദൈവം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. പാപം എവിടെയുണ്ട്? വാതിക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നിലേക്കാണ്. അതിന്റെ ആഗ്രഹം നിന്നിലേക്കാണ്. നീയോ അതിനെ കീഴടക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപം വാതിക്കലുണ്ട്, അതിന്റെ ആഗ്രഹം നിന്നിലേക്കാണ്. നീ അതിനെ കീഴടക്കണം. കേവലം നിസ്സാരമായ ഒരു ഫോണിൽ തോറ്റുപോയവരുണ്ട്, അടിമപ്പെട്ടുപോയവരുണ്ട്, ജീവിതം മായാലോകത്തായി പോയവരുണ്ട്, വ്യർത്ഥമായ ജീവിതം നയിക്കുന്നവരുണ്ട്. ഇന്നത്തെ പത്രത്തിൽ ഏതാണ്ട് 360-ലധികം കുട്ടികളെയാണ് ഈ ഫോണിന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചതെന്നും പറഞ്ഞൊരു വാർത്തയുണ്ട്. 600-ലധികം കുട്ടികൾക്ക് ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുക. ചികിത്സ
ഇതിന്ന് പോരാൻ പറ്റുന്നില്ല. വളരെ ഭയാനകമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിന് ഒരു പരിഹാരം എന്താണ്? തിന്മവാതിക്കൽ കിടക്കുന്നു, നിന്റെ സമീപത്ത് തന്നെയുണ്ട്, പാപം കൈവശമുണ്ട്. ഇതിനെ ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? രാവും പകലും തിന്മയിൽ ഒരു കുടുംബത്തിന്റെ ഓരോ മുറികളും, കർത്താവിൽ പ്രിയമുള്ളവരെ, ഓരോ വീടിന്റെയും ഓരോ മുറികൾ രാവും പകലും തിന്മകളിലാണ്. അങ്ങനെയെങ്കിൽ എഗസ്കേലിന്റെ പുസ്തകം ആരും എടുക്കണ്ട. 39 അധ്യായത്തിൽ ദൈവം പറയുകയാണ്, രാവും പകലും ഓരോ ഭവനങ്ങളിൽ തിന്മ പെരുകിയാൽ ആകാശത്തിന്റെ ശക്തിയിളകും, മലകൾ വീഴും, കടുംതൂക്കായ പ്രദേശമെല്ലാം ഇടിഞ്ഞു വരും, അതിഭയങ്കരമായ മഴയും ആലിപ്പഴവും ദേശത്ത് വരും. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടം വരും. ഭൂമി കുലുങ്ങിയിരിക്കും. എന്താ ഇതിന്റെ കാരണമെന്നറിയാമോ? തിന്മ ഓരോ മുറികളിലും പെരുകുന്നു, തിന്മ വർദ്ധിക്കുന്നു. ഓരോ വീടുകളും സാത്താന്റെ വാസസ്ഥലമായി തീർന്നിരിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, ഇതിന് പരിഹാരം എന്തെന്ന് വചനത്തിലൂടെ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ. സാത്താനെ എങ്ങനെ ജയിക്കാൻ കഴിയും? അപ്പൊ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. കർത്താവ് എങ്ങനെയാണ് സാത്താനെ തോൽപ്പിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഞാൻ പെട്ടെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12 അധ്യായത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 28 വാക്യം ഇങ്ങനെയാണ്: ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശുമ്പുരാൻ പറഞ്ഞു, സാത്താനെ പുറത്താക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവാത്മാവിനാൽ. യേശുമ്പുരാൻ സാത്താനെ പുറത്താക്കിയത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ. ഇവിടെ ഒരു പരിഹാരം എന്താണെന്ന് അറിയാമോ? ദൈവാത്മാവ് എന്നിലും നിങ്ങളിലും വരണം. സാത്താൻ ഒരു വീട്ടിൽ നിന്ന് മാഞ്ഞു പോകണമെങ്കിൽ ദൈവാത്മാവ് വരണം. എന്താണ് ഈ ദൈവാത്മാവ്? വിശുദ്ധ ലൂക്കോസ് ഇതേ ഭാഗം എഴുതിയപ്പോൾ ദൈവാത്മാവ് എന്നല്ല എഴുതിയത്. വിശുദ്ധ ലൂക്കോസ് എഴുതി, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പൊ ദൈവാത്മാവ് എന്താണ്? ദൈവശക്തി, ശക്തി. ആകെ ആ പ്രിയമുള്ളവന്, സാത്താനെ ജയിക്കണമെങ്കിൽ ശക്തി വേണം. ശക്തി പകരുന്നത് ആരാണെന്ന് അറിയാമോ? ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഈ കാലഘട്ടത്തിൽ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിനെ തരണമേ, ആത്മാവിനെ തരണമേ. നന്നായി പ്രാർത്ഥിക്കണം. അതുകൊണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസത്തിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. എപ്പോഴും ദേഷ്യം, എല്ലാം വലിച്ചു പൊട്ടിക്കുക, എല്ലാം എടുത്തു പൊട്ടിക്കുന്നു. എന്തെല്ലാം പൊട്ടിച്ചെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിൽ നാശം. എന്താണ് ഇങ്ങനെ വരുന്നത്? എവിടെ നിന്നാണ് ഈ ദേഷ്യം വരാൻ കാര്യം എന്താണ്? ഒരു ചെയിൻ പിശാച് നമ്മുടെ ഉള്ളിൽ കയറും. 2 കൊരിന്ത്യർ 12 അധ്യായത്തിലുണ്ട് ഈ പിശാചുക്കളുടെ പേര്. ആദ്യം എന്നാ വരുന്നത്? വെറുപ്പ് വരുന്നു. 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 20 വാക്യമാണ്. വെറുപ്പ്, പിണക്കം, ഈർഷ്യ, കോപം, സാഠ്യം, ഏഷണി, കുശൂഷിപ്പ്, നിഗളം, കലഹം, കൊലപാതകം. കണ്ടോ? ആദ്യം ഒരു വെറുപ്പ് സാത്താൻ വരുന്ന വഴിയാണ്. വെറുപ്പ് വന്നാൽ പ്രിയമുള്ളവരെ, അത് ഇച്ചിരി കഴിയുമ്പോൾ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. ഈർഷ്യ മുഖത്ത് നോക്കിയാൽ അറിയാം. ഇച്ചിരി കഴിയുമ്പോൾ കോപമാകും, ഇച്ചിരി കഴിയുമ്പോൾ വാശിയാകും. ഇത് ഞാൻ ഒത്തിരി സ്ഥലത്ത് പ്രസംഗിച്ചതാണ്. സാത്താൻ വരുന്ന വഴിയാണിത്. അപ്പോൾ ദേഷ്യം വന്നിരിക്കുന്നു, വലിച്ചു പൊട്ടിക്കുന്നു. എന്താ ഇതിന്റെ കാര്യം? വെറുപ്പ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞ് വെറുപ്പിന്റെ ഓപ്പോസിറ്റ് പറയാം. എന്തില്ലാത്തതാണ് വെറുപ്പ്? സ്നേഹമില്ലാത്തത്. ഒരു വീട്ടിലിരിക്കുമ്പോൾ മാതാപിതാക്കളോട് വെറുപ്പ്, ജീവിത പങ്കാളിയോട് അറിയത്തില്ല, ഒരു പ്രത്യേക വെറുപ്പ് അങ്ങ് വരും. മക്കളോടൊരു വെറുപ്പ് വീട്ടിൽ ആദ്യം തുടങ്ങുന്നത് കേട്ടോ. വീട്ടിൽ, സ്വന്തം വീട്ടിൽ സാത്താൻ വരുന്ന വഴി എങ്ങനെയാണ്? വെറുപ്പിലൂടെ. സ്നേഹമില്ല,
എവിടെ നിന്നായി സ്നേഹം വരുന്നത്? ഗലാത്യർ 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. ഉണ്ടോ? സ്നേഹം, പരിശുദ്ധാത്മാവ് വേണം. സ്നേഹം. നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ്, മക്കളെ സ്നേഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്. ആത്മാവില്ലാതെ പോയോ സാത്താൻ വരും. യേശു ആത്മാവിനെ കൊണ്ട് സാത്താനെ ഇറക്കി. ആത്മാവില്ലെങ്കിൽ വെറുപ്പ് വരും. ആരെങ്കിലും വെറുപ്പിൽ കുടുങ്ങിയാൽ ശരീരം മലിനമാകും. ഉണ്ടോ? ശരീരം മലിനമാകും. ഞാനിത് എങ്ങനെയാ ഇത് മനസ്സിലായെന്നറിയാവോ? എട്ടപ്പാടിയിൽ ഒത്തിരി പിള്ളേര് കഞ്ചാവിന് അടിമയാണ്. പല പിള്ളേരെയും പ്രാർത്ഥിക്കാം. ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ ഉണ്ടെന്ന് ഇവർക്ക് വീട്ടിലെ അമ്മയെ കണ്ണെടുത്ത കണ്ടുകൂടാ. ആരോട് വെറുപ്പ്? അമ്മയോട് വെറുപ്പ്. റൂട്ട് കോസ് അതാണ്. കഞ്ചാവ് മാറണമെങ്കിൽ, മയക്കുമരുന്ന് മാറണമെങ്കിൽ ആദ്യം ഈ വെറുപ്പ് മാറണം. അമ്മയോട് വെറുപ്പ്. അമ്മയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ വെറുക്കുന്ന ഒരു വാക്കുണ്ട്. ഏതാണെന്നറിയാമോ? ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറയാമോ? എന്താണെന്നറിയാമോ? പഠിക്കുക. നമുക്കത് കേൾക്കുമ്പോഴേ ഇതാരാ ഏറ്റവും കൂടുതൽ വീട്ടിൽ പറയുന്നത്? ആരാ? അമ്മയോട് വെറുപ്പ്. ഈ കുട്ടികളെല്ലാം ഓരോ കാര്യങ്ങളിലും അമ്മ പറഞ്ഞ ഓരോ വാക്കുകൾ വെറുപ്പ് വന്നു. വെറുപ്പ് വന്നാൽ ശരീരം മലിനമാണ്. തിന്മയുടെ വാതില് കണ്ടോ? വെറുപ്പ് ഒരു സാത്താനാണ്. അത് വന്നാൽ അടുത്ത സാത്താൻ എല്ലാം വരും, മലിനമാകും. മയക്കുമരുന്നിന് അടിമപ്പെട്ട പിള്ളേരെല്ലാം വെറുപ്പിലാണ്. ഞാൻ ചോദിച്ചു, നിന്റെ അമ്മയെ സ്നേഹിക്കാൻ പറ്റൂ? ഇല്ല അച്ഛാ, ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വെറുപ്പ്, അത്രയ്ക്ക് വെറുപ്പ്. അതിനാണ് യേശുവിനെ നോക്കേണ്ടത്. കാൽവറിയിൽ അവന്റെ മുഖത്ത് തുപ്പിയപ്പോൾ അവൻ ആ തുപ്പിൽ തുടിച്ചിട്ട് പറഞ്ഞു, പിതാവേ അനുഗ്രഹിക്കണമേ. എന്താ പറഞ്ഞത്? അതാണ് ആത്മാവ്. അനുഗ്രഹിക്കണമേ. ദ വേ ഓഫ് ക്രോസ്, കുരിശിന്റെ വഴി. അപ്പോൾ ഈ വെറുപ്പ് മാറണമെങ്കിൽ, ജീവിത പങ്കാളിയുടെ വെറുപ്പ് മാറണമെങ്കിൽ ആത്മാവ് വരണം, അനുഗ്രഹിക്കാൻ തുടങ്ങണം. ഇത് വന്നില്ലെങ്കിലോ ദേഷ്യം വരും, എല്ലാം എറിഞ്ഞു പൊട്ടിക്കും. ഇന്ന് വീട്ടിൽ എന്തോ ബഹളമാണ്, വീടുകളിലെല്ലാം ശബ്ദം കൂടുതലാണ്. കാരണം എന്താണെന്നറിയാമോ? ഇതിങ്ങനെ വന്നിരിക്കുക. വെറുപ്പ്, വാശി. കണ്ടോ? വാശി പിടിച്ചിരിക്കുക അനേകർ. ആകയാൽ ഈ സാത്താൻ വീടുകളിൽ നിന്ന് ഇറങ്ങണം. ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവമ്പുരാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യമാണ്. ഇത് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നാൽ സ്നേഹം വരും. ഞാൻ ചോദിക്കട്ടെ, കുടുംബം എന്തിനായി? കുടുംബം എല്ലാവരെയും കുടുംബത്തിലാക്കിയിരിക്കുക. എന്തിനാണ് ഈ കുടുംബം? സ്നേഹം വാങ്ങാനാണോ? നമ്മളെ ഈ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്നേഹം, എന്നെ സ്നേഹിക്കണം, എന്നെ മനസ്സിലാക്കണം, എന്നെ കരുതണം. കണ്ടോ? എല്ലാം വാങ്ങാനിരിക്കുകയാണ്. എന്നാൽ ദൈവം കുടുംബം സ്ഥാപിച്ച് വാങ്ങാനല്ല, നിന്നെ അവിടെ ആക്കി വെച്ചത് കൊടുക്കാനാണ്. വാങ്ങുന്നവർ തമ്മിൽ അകലും, സംശയമില്ല. വാങ്ങുന്നവർ തമ്മിൽ കണക്ക് പറയും, അകന്നുകൊണ്ടിരിക്കും. കൊടുക്കുന്നവർ തമ്മിൽ അടുക്കും, ആത്മാവ് വരും. കൊടുക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ചോദിക്കണം, യേശു ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ തിന്മ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ യാചിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്നേഹമില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ദേഷ്യം. സന്തോഷമില്ല, എനിക്ക് എപ്പോഴും സങ്കടം. എനിക്ക് സമാധാനമില്ല. എന്താ ഇതിന്റെ സൂചന? പരിശുദ്ധാത്മാവില്ലെന്ന്. പരിശുദ്ധാത്മാവില്ല. ആത്മാവ് വരണം. ആത്മാവ് വന്നാൽ പ്രിയമുള്ളവരെ നമുക്ക് സമാധാനമുണ്ടാകും. ഇന്ന് ഒത്തിരി പേരുടെ ഉറക്കം മാഞ്ഞുപോയി. ഉറക്കം വരണ്ടേ? ഇത് വരുന്നില്ലെന്ന്. വെറുതെ ഈ കട്ടിലെ കിടക്കുകയാണ്. 2-3 ദിവസം ഉറങ്ങാത്ത ആൾക്കാരുണ്ട്. കട്ടിലെ വെറുതെ കിടക്കുക, എന്ത് ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭ്രാന്തമായ ഒരവസ്ഥ. എന്താ പരിഹാരം? ശൗലിൽ നിന്ന് ആത്മാവ് ഇറങ്ങിപ്പോയി. ശൗലിൽ നിന്ന് എന്താ ഇറങ്ങിപ്പോയി? ആത്മാവ് ഇറങ്ങിപ്പോയി. ശൗലിന് ഏത് നഷ്ടപ്പെട്ടു? ഉറക്കം. പരിശുദ്ധാത്മാവ് പോയവരുടെ ഉറക്കം പോകും. ഉടനെ ദാവീദിനെ വിളിച്ചു.
ദാവീദ് വീണ വായിക്കുമ്പോൾ എന്തുവരും? ആത്മാവ് വരും. കണ്ടോ? ആത്മാവുള്ള ഒരാൾ അടുത്തു വരുമ്പോൾ ശൗൽ ഉറങ്ങും. ശൗലിന് ഉറക്കം. ഇന്ന് നന്നാ താമസിച്ച് കിടക്കും, നന്നാ താമസിച്ച് എഴുന്നേൽക്കും. കാലം തിരിഞ്ഞുപോയി. എന്നാൽ ഒരു കാലത്ത് നേരത്തെ കിടന്ന് നന്നാ നേരത്തെ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. നന്നാ നേരത്തെ എഴുന്നേറ്റാൽ ഏശയ്യാവിൽ പറയുന്നു, നിന്റെ ചെവി എന്റെ വചനം കേൾക്കാൻ ഞാൻ ഒരുക്കും, ഞാൻ നിന്നോട് സംസാരിക്കും, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അതിരാവിലെ ഞാൻ നിന്നെ ഉണർത്തും. ഈ വചനമെല്ലാം തെറ്റി. ആകെ പ്രിയമുള്ളവര്, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് വരണം. ഏത് വരണം? പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നാൽ പത്രോസ് ശ്ലീഹ പറയുകയാണ്, അലറുന്ന സിംഹം പോലെ സാത്താൻ നടക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എന്താണ്? സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പത്രോസ് ശ്ലീഹ സാത്താനെ ഏതിനോടാണ് ഉപമിച്ചതെന്ന് അറിയാമോ? ഏതിനോടാ ഉപമിച്ചത്? അലറുന്ന സിംഹം. കണ്ടോ? പത്രോസ് ശ്ലീഹ പറഞ്ഞു, അലറുന്ന സിംഹം പോലെയാണ് സാത്താൻ. എന്താ ഈ അലറുന്ന സിംഹത്തിന്റെ ഒരു പ്രത്യേകത? സദൃശവാക്യങ്ങൾ 30-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സിംഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, വഴി മാറിക്കൊടുക്കത്തില്ല. സിംഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആരുടെയും മുമ്പിൽ എന്ത് ചെയ്യത്തില്ല? വഴി മാറില്ല. സാത്താൻ നിന്റെ വീട്ടിൽ വന്നാൽ വഴി മാറാത്തവനാണവൻ. അവൻ മാറില്ല. അലറുന്ന സിംഹം വഴി മാറത്തില്ല. വേദപുസ്തകം നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാമോ? ആത്മാവ് വന്നവരെല്ലാം തന്നെ സിംഹത്തെ കൊന്നവരാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മാവ് വന്നവരെല്ലാം എന്ത് ചെയ്തു? സിംഹത്തെ കൊന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്താൽ ഇതാ ശിംശോനിൽ ആത്മാവ് വന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. ശിംശോനിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. 14-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ശിംശോനിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിരിക്കുകയാണ്. ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അലറി വന്നു. പത്രോസ് ശ്ലീഹ എന്നാ പറഞ്ഞത്? അലറുന്ന സിംഹം പോലെ സാത്താൻ വരുന്നു. ഇതാ ഒരു ബാലസിംഹം അലറി വന്നു. അപ്പോൾ എന്താ നമ്മൾ കണ്ടത്? അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ആരുടെ മേൽ? ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ആത്മാവ് വന്ന ശിംശോൻ എന്താ ചെയ്തെന്നറിയാമോ? സിംഹത്തെ വലിച്ചു കീറി. എന്റെ നിങ്ങളുടെയും കുടുംബത്തിൽ വഴിമാറാത്ത സാത്താൻ അലറുന്ന സിംഹം പോലെ വന്നാൽ ആത്മാവുണ്ടെങ്കിൽ വലിച്ചു കീറും. കേട്ടോ? വലിച്ചു കീറും. ഇനി അടുത്തയാളെ നോക്കിക്കേ. ദാവീദ് ആത്മാവുള്ള ഒരു മനുഷ്യനായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഫെലിസ്ത്യ മന്നനായ ഗോലിയാത്ത് വന്നപ്പോൾ ദാവീദ് ശൗലിനോട് പറയുകയാണ്. എന്താ ശൗലിനോട് പറഞ്ഞത്? 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ദാവീദ് ശൗലിനോട്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹവും കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് ആട്ടുംകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടുംകുട്ടിയെ വിടുവിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. കർത്താവേ, പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിലുള്ള നിന്റെ കുഞ്ഞാണ് ആട്ടുംകുട്ടി. ദാവീദ് പറയുകയാണ്, നിന്റെ വീട്ടിലെ മക്കളെ സാത്താൻ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പള്ളി വരില്ല, പ്രാർത്ഥിക്കില്ല, എല്ലാറ്റിനോടും എതിരെ, ഒന്നിനോടും താല്പര്യമില്ല. സാത്താൻ പിടിച്ചു. ദാവീദ് എന്നാ പറഞ്ഞെന്നറിയാമോ? ഞാൻ അതിന്റെ വായിൽ നിന്ന് എന്റെ ആട്ടും കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? ആത്മാവ് വന്നു. ആത്മാവ് ഇറങ്ങണം.
ഒരാളിൽ ആത്മാവുണ്ടോ തീക്കനലാണത്. നിങ്ങൾക്കറിയാം, ഈ ധൂപ് കുറ്റി കത്തിക്കുമ്പോൾ ഒരു തീക്കട്ടയാണ് അവന്റെ അകത്ത്, ഒരു തീക്കനൽ. അതാണ് ചുറ്റുമുള്ളതിനെ മുഴുവൻ എന്ത് ചെയ്യുന്നത്? കനലുകളാക്കുന്നത്. നിന്റെ വീട്ടിൽ തീക്കനലാകാൻ ദൈവം വിളിച്ചിരിക്കുക. ആത്മാവ് ഒരു തീയാണ്. അത് നിന്നിലുണ്ടോ? നിന്റെ ഭവനത്തിൽ അത് കത്തും, നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കും, ദൈവം എല്ലാവരുടെ മേൽ ഇറങ്ങി വരും. ആകയാൽ ആത്മാവെന്ന തീ നമ്മളിൽ കത്തണം. ഇതാ ദാവീദിൽ ആ തീ ഉണ്ടായിരുന്നു. ദാവീദ് പറയുകയാണ്, ശൗലേ, ആ സിംഹത്തെ ഞാൻ അടിച്ചു കൊന്നു, വാ പിളർന്നു. ഇനി അടുത്തത് നോക്കിക്കേ, ദാനിയേൽ എന്ന് പറയുന്ന ഒരു നല്ല കോമളത്തുള്ള ഒരു ബാലൻ നെബൂഖദ്നേസർ രാജാവ് എങ്ങോട്ടിട്ടു? സിംഹങ്ങളുടെ കുഴിയിൽ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ടു. ദാനിയേല് സിംഹങ്ങളുടെ കുഴിയിൽ. ആരാ ജയിച്ചത്? ആരാണ് ജയിച്ചത്? ഏതെങ്കിലും മനുഷ്യൻ സിംഹങ്ങളുടെ കുഴിയിൽ വീണാൽ മിച്ചമുണ്ടോ? ഇല്ല. എന്നാൽ ആരാണ് ജയിച്ചത്? ദാനിയേൽ കീഴടക്കി. എങ്ങനെ കീഴടക്കി? ദൈവം പറഞ്ഞു, ദാനിയേല്, നിന്നിലുള്ള ആത്മാവിലൂടെ എനിക്ക് ഇറങ്ങി വരാൻ പറ്റും. ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റുന്നത് ആത്മാവിലൂടെ. ഉണ്ടോ? ആത്മാവുള്ളിടത്തെല്ലാം ദൈവം ഇറങ്ങി വരും. ദാനിയേലിൽ ആത്മാവുണ്ടായിരുന്നു, ദൈവം ഇറങ്ങി. ഇനി യേശയ്യാവ് ഒരു സ്വപ്നം കാണുകയാണ്. ഇതാ മരുഭൂമിയിൽ കർത്താവ് വരുന്നു. മരുഭൂമിയിൽ ആര് വരുന്നു? കർത്താവ് വരുന്നു. കർത്താവ് ഒരു വീട്ടിൽ വരുന്നു. നിന്റെ വീട് മരുഭൂമി പോലെ കിടക്കുകയാണ് കേട്ടോ. നിർജ്ജന പ്രദേശം പോലെ വരണ്ട് വറ്റി ഉണങ്ങി കിടക്കുകയാണ്. യേശയ്യാവ് ഇതാ വലിയൊരു പ്രവചനം കാണുകയാണ്. മരുഭൂമി പോലെ വരണ്ടുണങ്ങിയ നിന്റെ വീട്ടിൽ കർത്താവ് വരുന്നു. ആ പ്രവചനം എവിടെയാണെന്ന് അറിയാമോ? യേശയ്യാവിന്റെ പുസ്തകം 35-ാം അധ്യായം. ആ പ്രവചനത്തിന്റെ മനോഹാരിത എന്താണെന്നറിയാമോ? യേശയ്യാവ് പറയുകയാണ്, അങ്ങനെ കർത്താവ് നിന്റെ വീട്ടിൽ വന്നാൽ, 9-ാമത്തെ വാക്യം, സിംഹമില്ല അവിടെ. ഓ, എത്ര മനോഹരമാണ്! കർത്താവ് നിന്റെ വീട്ടിൽ വന്നാൽ അവിടെ സിംഹത്തെ കാണാനില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നു. സിംഹമില്ല, അലറുന്ന സിംഹം ആ വീട്ടിലില്ല. ഇതെല്ലാം വചനമാണ്. ആകയാ പ്രിയമുള്ളവരെ, ആത്മാവ് വരുന്നിടത്ത് അലറുന്ന സിംഹം ഒഴിഞ്ഞു പോകും. പരിശുദ്ധനായ പൗലോസ്ലീഹ വചനം പ്രസംഗിക്കാൻ പോയി. അതെവിടെയാ കാണുന്നത്? തീമോത്തിയോസിനോട് പൗലോസ്ലീഹ പറഞ്ഞു കൊടുക്കുക, മകനെ തീമോത്തിയോസേ, ഞാൻ പ്രസംഗിക്കാൻ പോയി. പക്ഷെ പ്രസംഗിക്കാൻ ചെന്നിടത്ത് അലറുന്ന സിംഹം ഉണ്ടായിരുന്നു. എന്നെ ഉണ്ടായിരുന്നു? പ്രസംഗിക്കാൻ ചെന്ന സ്ഥലത്ത് അലറുന്ന സിംഹം ഉണ്ടായി. ആ അലറുന്ന സിംഹം പ്രസംഗം തടസ്സപ്പെടുത്തി. ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 തീമോത്തിയോസിന്റെ പുസ്തകം 4-ാം അധ്യായം. ഇതാ പൗലോസ്ലീഹ ഒരു പ്രസംഗ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. ആ ശുശ്രൂഷയിൽ അവിടെ ചെന്നപ്പോൾ ആ പ്രസംഗം അത്യന്തം എതിർത്ത് തടസ്സപ്പെടുത്താൻ സാത്താൻ നോക്കുന്നു. 15-ാമത്തെ വാക്യം. പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നു. ഇനി അടുത്ത വാക്യത്തിൽ പൗലോസ്ലീഹ 17-ാം വാക്യത്തിൽ എന്നാ പറഞ്ഞെന്നറിയാമോ? എനിക്ക് കർത്താവ് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അടുത്ത വാക്യം, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവേ, പ്രിയമുള്ളവരെ, വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സിംഹത്തിന്റെ വായിൽ നിന്ന് ആര് രക്ഷ പ്രാപിച്ചു? പൗലോസ് രക്ഷ പ്രാപിച്ചു. ആത്മാവിനെ കർത്താവ് അയച്ചു. കർത്താവ് ആത്മാവിനെ അയച്ചാൽ ഹൃദയ നിലങ്ങൾ തുറക്കും, ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ആകയാ പ്രിയമുള്ളവരെ, ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എല്ലാ സന്ധിയിലും നമ്മൾ ചൊല്ലുന്ന സങ്കീർത്തനമാണേത്? 91-ാം സങ്കീർത്തനം. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധം അതിനുണ്ടോ? 91-ാം സങ്കീർത്തനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? തിരുവനന്തപുരം നിവാസികളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാ ദിവസവും ചൊല്ലുകയാണ് 91-ാം സങ്കീർത്തനം. അതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ വാക്കിനോട് എന്തെങ്കിലും ബന്ധമുള്ള വാക്കുകൾ ഉണ്ടോ? 13-ാമത്തെ വാക്യം നോക്കിക്കേ. കണ്ണു തുറന്ന് മിഴിച്ചു നോക്കണം. എന്താണ് അവിടെ പറഞ്ഞതെന്നറിയാമോ? കർത്താവിന്റെ
കരവലയത്തിൽ, സംരക്ഷണത്തിൽ, അത്യുന്നതന്റെ നിഴലിന്റെ മറവിൽ. നിഴൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. നിഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ്. എന്താ അങ്ങനെ പറയാൻ കഴിയുമെന്ന് അറിയാമോ? നിഴൽ. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എന്താ ഈ ശക്തി? പരിശുദ്ധാത്മാവ് നിഴൽ. അത്യുന്നതന്റെ മറവിലും ആ നിഴലിലും ആത്മാവ് നിഴൽ പോലെ നിന്നിൽ വന്നാൽ 13ാമത്തെ വാക്യം പറയുകയാണ്, സിംഹത്തിന്മേലും അണലിയുടെ മേലും നിന്റെ കുടുംബം ചവിട്ടും, ബാലസിംഹത്തെ മെതിച്ച് കളയും. ബന്ധമുണ്ടോ? എല്ലാ ദിവസവും ചൊല്ലുകയോ വീട്ടിലിരുന്ന്? അത്യുന്നതന്റെ നിഴല് വന്നാൽ, പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ വീട്ടിൽ അലറുന്ന സിംഹമില്ലെന്ന് അവനെ മെതിച്ച് കളയും. ആകയാ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നിന്ന് അശുദ്ധാത്മാവ് ഇറങ്ങണമോ? ഇന്ന് തൊട്ട് നന്നായിട്ട് ആഗ്രഹിക്കണം. എന്താ വേണ്ടിയത്? വീട്ടിൽ ആര് വരണം? പരിശുദ്ധാത്മാവ് വരണം. നമ്മളിൽ മാമോദീസായിലുണ്ട്, മാമോദീസായിലുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അത് നമ്മുടെ ഉള്ളിലുണ്ട്. അന്ന് നമ്മൾ മാമോദീസായിൽ ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം കുടിച്ചേ ഉള്ളൂ. ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം കുടിച്ചു. ഇതേ വെള്ളം കൊണ്ട് തന്നെ മറ്റൊരു പണിയും കൂടി ചെയ്യാം. ഒരു ബക്കറ്റിലായിരുന്നെങ്കിൽ കുളിക്കാമായിരുന്നു. ബക്കറ്റിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അതുകൊണ്ടാണ് ഈ കർത്താവ് ഉദ്ധാനം ചെയ്യുന്നതിന് മുന്നേ അവർക്ക് പരിശുദ്ധാത്മാവ്, പല സമയത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്. ഈ ശക്തി കൊടുത്തതെല്ലാം പരിശുദ്ധാത്മാവ്. ഉദ്ധാനം ചെയ്തു വന്നപ്പോ അവരുടെ മേൽ ഊതി എന്നാ കൊടുത്തു? പരിശുദ്ധാത്മാവിനെ കൊടുത്തു. എന്താ കൊടുത്തു? എന്നിട്ട് കർത്താവ് പിന്നെ പറഞ്ഞു, 10 ദിവസം ഇരിക്കണം. ഇങ്ങനെ ഗ്ലാസ്സിൽ കുടിച്ചുകൊണ്ടിരുന്നാ പോരെന്ന് നിന്റെ വീട്. ഈ മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. നീ 10 ദിവസം കാത്തിരിക്കണം. ഈ പരിശുദ്ധാത്മാവിന്റെ നദി തീ പോലെ നിന്റെ മേൽ ഇറങ്ങി കുളിക്കണം. അതാണ് പെന്തിക്കോസ്തി. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് കാല് നനഞ്ഞിരുന്നാ പോരാ. മാമോദീസ മുങ്ങി അന്ന് കാല് നനഞ്ഞിട്ടേ ഉള്ളെന്ന്. കാല് ആവർത്തന പുസ്തകം 28 കാല് നനഞ്ഞിരുന്നാൽ അപകടമാണ്. ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, നനഞ്ഞതും വരണ്ടതും ഒരുപോലെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അങ്ങനെയല്ല. നനഞ്ഞതും വരണ്ടതും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. അവിടെ ചിലര് പറഞ്ഞു ഇത്രയൊക്കെ മതിയെന്ന്. പോരാ, നീ മുഴുവൻ ഇറങ്ങി കുളിക്കണം. യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞു, നീ ആ ദേവാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയിലേക്ക് ഇറങ്ങിച്ചെല്ല്. 1000 അടി മുന്നോട്ട് നടന്നപ്പോൾ എന്ത് ചെയ്തു? കണങ്കാല് മുങ്ങി. പ്രവാചകൻ നിന്നു, മതി. ദൈവം പറഞ്ഞു പോടാന്ന് പറഞ്ഞു. പിന്നെ നടത്തി 1000 മുഴം മുട്ടോളമായി നിർത്തി. ദൈവം പറഞ്ഞു പോരാ. പിന്നെ നടത്തി എവിടം വരെയായി? അരയോളമായി. പിന്നെ നടത്തി എവിടം വരെയായി? തലയോളമായി. ഇനി നടത്തിയാലോ? നീന്തിയിട്ടല്ലാതെ, പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിന്മേൽ നീന്തിയിട്ടല്ലാതെ അങ്ങനെ ഒരു വലിയ പ്രവാഹം ദൈവമേ ഞങ്ങളുടെ ഭവനത്തിൽ തരണമേ. യേശയ്യാവ് പറയുകയാണ്, അങ്ങനെ പ്രവാഹമായി യേശു നിന്റെ വീട്ടിൽ വന്ന സിംഹമില്ല, സിംഹമില്ല. ഇതാഗ്രഹിക്കണേ. ഇങ്ങനെ ഒരു സിംഹം നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത്. ഇതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ സന്ധിയിലും പ്രാർത്ഥിക്കണം. ആ നിഴല് ഞങ്ങളുടെ മേ വരണമേ, പരിശുദ്ധാത്മാവ് വരണമേ, പരിശുദ്ധാത്മാവ് വരണമേ. കർത്താവ് പ്രിയമുള്ളവരെ, ഈ സന്ധിയിൽ നന്നായിട്ട് ആഗ്രഹിക്കണം. എന്തു വരണം? എന്തു വരണം? പരിശുദ്ധാത്മാവ്, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നിറവായി തീരണം, നിറവായി തീരണം. അതിനെന്നാ തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് അറിയാമോ? പാപങ്ങൾ. അത് മുന്നോട്ട് നമ്മൾ വരും. രണ്ടാമത്, യേശു എങ്ങനെയാണ് സാത്താനെ കീഴ്പ്പെടുത്തിയത്? യേശു എന്തിന് ഈ ഭൂമി വന്നു? യേശു എന്തിനാണ് ഈ ഭൂമി വന്നത്? നല്ല നിർവചനം പറഞ്ഞത് ആരാന്നറിയാമോ? കർത്താവിന്റെ ഏറ്റവും ഇളയ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹ. യേശു ഈ ഭൂമി വന്നതിന് നല്ല നിർവചനം പറഞ്ഞു തന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം എടുക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പാപം ചെയ്യുന്നവൻ, ഓരോ വീട്ടിലും ഓരോ മുറിയിലും ഇരുന്ന് പാപം ചെയ്യുന്നവൻ, ഓരോ വീടിന്റെ മുറികളും പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്, മകളാണ്. പിശാചിന്റെ മകനാണ്, മകളാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റേതാണ്. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, പിശാച് ആദി മുതൽ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു.
പിശാച് ആദ്യം മുതൽ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. ഇനി അടുത്ത വാക്യം എന്നാ പറയുന്നത്? പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെയാണ് ആര് വന്നത്? യേശു വന്നത്. യേശു വന്നത് സാത്താന്റെ പ്രവൃത്തി അഴിക്കാനാണ്. വിശ്വസിച്ച് യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നു? സാത്താന്റെ പ്രവൃത്തികൾ അഴിക്കാൻ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? യേശു വന്നത് സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കാൻ. എന്നിട്ട് അഴിച്ചോ? യേശു ഈ സാത്താന്റെ പ്രവൃത്തി അഴിച്ചോ ഇല്ലയോ? ഒന്ന് പറഞ്ഞേ, അഴിച്ചോ? ഒന്നാം ധൈര്യമായിട്ടൊന്ന് പറയാമോ? അഴിച്ചോ ഇല്ലേ? അഴിച്ചോ? അഴിച്ചു. എന്നിട്ട് ഒരു ഉറപ്പില്ല. കൊലോസ് ലേഖനം എടുക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശു സാത്താനെ ജയിച്ച സ്ഥലത്തിന്റെ പേരൊന്ന് ഒച്ചത്തി പറഞ്ഞേ. ഏതാ സ്ഥലം? ഏതാ സ്ഥലം? ഇവിടെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. കൊലോസ്യർ 2-ാം അധ്യായം 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. എല്ലാ ആയുധങ്ങളും താഴെ വെച്ചിട്ട് ഹാൻഡ്സപ്പ് ആക്കി. എന്നിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു സാത്താനെ ജയിച്ച സ്ഥലം. അതുകൊണ്ട് സാത്താൻ ഏത് പേടിയുണ്ട്? രണ്ടാമത്തെ ആയുധം. ഒന്നാമത്തെ ആയുധം പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ ആയുധം യേശു കുരിശിന്റെ മുമ്പിൽ സാത്താനെ കൊണ്ട് എല്ലാ ആയുധങ്ങളും താടിയിടിപ്പിച്ചു. നിരായുധനാക്കി നിർത്തി. ഒരായുധവും അവന്റെ കയ്യിലില്ല. അവന്റെ കയ്യിലില്ല. അവനെ എല്ലാവരുടെ മുമ്പിൽ പരസ്യമായ കാഴ്ചയാക്കി നിർത്തി യേശു ആ കുരിശിൽ ജയോത്സവം കൊണ്ടാടി. പെരുന്നാൾ എന്താ ചെയ്യുന്നത്? കൊണ്ടാടും. എങ്ങനെ? പെരുന്നാൾ എങ്ങനെയാ കൊണ്ടാടുന്നത്? പെരുന്നാൾ എങ്ങനെയാ കൊണ്ടാടുന്നത്? പെരുന്നാൾ കൊണ്ടാടുന്നത് എങ്ങനെയാ? അവിടെ എന്നൊക്കെ ഉണ്ടാകും. നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടാകും. എല്ലാരും കേൾക്കണം അല്ലേ? ചെണ്ടമേളം ഉണ്ടാകും. ബാൻഡ് സെറ്റ് ഉണ്ടാകും. എന്താ ഇത്? ഈ കൊണ്ടാടുക എന്ന് പറഞ്ഞ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞ എന്നാ? ഈ പെരുന്നാൾ കൊണ്ടാടിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പള്ളി പെരുന്നാൾ കൊണ്ടാടി ഈ ദേശം അറിയണം. വേണോ? ആരറിയണം? ദേശം അറിയണം. യേശു കുരിശിൽ വിജയം കൊണ്ടാടി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അറിഞ്ഞേ പറ്റുള്ളൂ. ഇത് അറിയണം. എന്താ അറിയേണ്ടത്? എന്താ അറിയേണ്ടത്? സാത്താൻ ആരാണ്? സാത്താൻ ആരാണ്? ഇപ്പൊ ജയിച്ചത് ആരാന്നാ പറഞ്ഞത്? ജയിച്ചത് ആരാന്നാ പറഞ്ഞേ? യേശു. അങ്ങനെയാണ് സാത്താൻ ആരാ? ഒന്ന് പറഞ്ഞു നിങ്ങൾ. ജയിച്ചത് യേശു. അങ്ങനെയാണ് സാത്താൻ ആരാ? അന്നൊന്ന് നല്ലതായിട്ട് പറഞ്ഞേ. തോറ്റവൻ. എന്നാ പറയണ്ടേ? നമ്മുടെ വീടിനെ നോക്കിട്ട് പറയണം സാത്താൻ ആരാണ്? തോറ്റവൻ. സാത്താൻ ആരാണ്? തോറ്റവൻ. വിശ്വാസം ഉണ്ടോ ഇത്? സാത്താൻ ആരാണ്? തോറ്റവൻ. കേട്ടോ, ഇത് വിശ്വസിക്കണം. അങ്ങനെ ജയോത്സവം കൊണ്ടാടി. എന്തിനായി കൊണ്ടാടി എന്നറിയാമോ? സാത്താൻ തോറ്റവനാണെന്ന് എന്നോട് നിങ്ങളോടും കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ തോറ്റവനാണ്. അവൻ തോറ്റവനാണ്. അവനെ പരസ്യമായ കാഴ്ചയാക്കി. തോറ്റവനാണ് നിന്റെ മുമ്പിലുള്ളത്. ഞാൻ ജയിച്ചവൻ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ യേശു ജയിച്ചവൻ. എന്തിനാണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞത്? എന്തിനാണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞത്? കർത്താവ് പ്രിയമുള്ളവരെ, ഞങ്ങൾ 4-5 അച്ഛന്മാര് കൂടി ഒരച്ഛനു വേണ്ടി പ്രാർത്ഥിക്കും. ഒരു പള്ളിയിൽ 4-5 അച്ഛന്മാര് കൂടി ഒരച്ഛനു വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ അച്ഛന്റെ വലിയ പ്രയാസത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടി ഒരാളെ കാണാൻ പോവുക. പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കാണാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്നാ പ്രാർത്ഥിച്ചെന്നറിയാമോ? സാത്താൻ തോറ്റവനാണ്. സാത്താൻ തോറ്റവനാണ്. ആരാ ജയിച്ചത്? യേശു ജയിക്കും. ഇതെല്ലാം പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ മുന്നോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകാൻ ഒരുങ്ങി കാർ സ്റ്റാർട്ട് ചെയ്യും. ശ്രദ്ധിച്ച് കേട്ടോണേ.
കാർ സ്റ്റാർട്ട് ചെയ്തു. ഇച്ചിരൂടെ മുന്നോട്ട് പോകാൻ ഒരുങ്ങി പാണ്ട് ഒരു പൂച്ച ഇങ്ങനെ ചാടി. അപ്പൊ ഈ പ്രശ്നമുള്ള അച്ഛൻ പറയുകയാണ്, എന്നാ പറഞ്ഞെന്നറിയാമോ? എന്നാ പറഞ്ഞേ? പൂച്ച റോസി ചാടി. ഇപ്പൊ എന്നാ പറ്റിയേ? അവള് പള്ളിയിൽ ഇരുന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടാ പോയത്. യേശുവിന്റെ കുരിശും എല്ലാം പ്രാർത്ഥിച്ചു. പൂച്ച ചാടി. ഇപ്പൊ എന്നാ മനസ്സിൽ വന്നതെന്നറിയാമോ? എല്ലാം പോയി കൊളായി, ഇനി പോയിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചത്, യേശു എന്തിനീ ക്രൂസിൽ പരസ്യമായ കാഴ്ചയാക്കി കൊണ്ടാടി? ഇത്രയും കൊണ്ടാടിയിട്ടും നിന്റെ മനസ്സിൽ ആരെ കയറി കിടക്കുന്നത്? ഈ പൂച്ചയും കൂടോത്രവും അയലോക്കമൊക്കെയാണ്. അവര് കാരണം ഇവര് കാരണം അല്ല. ഇതാണ് സാത്താനെ തോൽപ്പിക്കാൻ പറ്റാത്തത്. കണ്ടോ? അപ്പൊ എന്താണ്? ഈ ക്രൂസിൽ കൊണ്ടാടിയ ഈ ജയത്തിന്റെ വിശ്വാസം വരണം. എന്നാ വരണം? എന്നാലേ ജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് കുരിശ് സാത്താൻ എന്താണ്? പേടിയാണ്. കുരിശ് ആർക്ക് പേടിയാണ്? ഒരു ക്രിസ്ത്യാനി കുരിശ് വരച്ചാൽ സാത്താൻ വിറയ്ക്കും. ഒരു ക്രിസ്ത്യാനി കുരിശിട്ടാൽ ആര് വിറയ്ക്കും? ആര് വിറയ്ക്കും? എന്ന തെറ്റ്. ഈ കുരിശിട്ടാൽ ഇതിന്റെ വിശ്വാസമുള്ളവനെ കണ്ടാൽ വിറയ്ക്കും. അല്ലാത്തവർക്ക് ഇത് ആഭരണമാണ്. അല്ലാത്തവർക്ക് ഇത് എന്താണ്? ആഭരണം. പൗലോസ്ലീഹ പറയുന്ന കുരിശിന്റെ ശക്തി, ഈ ശക്തി വ്യാപരിക്കണമെങ്കിൽ കുരിശ് എന്താന്ന് നീ മനസ്സിലാക്കി വിശ്വസിക്കണം. എന്നാൽ ഈ ശക്തി വരത്തുള്ളൂ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാക്കിയിട്ടിരിക്കുകയാണ്? ആഭരണം. സാത്താൻ വന്ന് ചവിട്ടി തൂത്തുവാരി പോകും. അങ്ങനെ പോകും. അതുകൊണ്ട് ഈ കുരിശിന്റെ ശക്തി അറിയണം. ശക്തി അറിയണം. അതിന്റെ പേരാണ്, അറിയുന്നതിന്റെ പേരാണ് വിശ്വാസം. എന്താ പറഞ്ഞേ? വിശ്വാസം ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നാ ഉണ്ട്? വിശ്വാസം ഉണ്ട് ഇല്ലേ? ഞാൻ കൈപൊക്കിയ രണ്ട് കൈയും വേണം പോക്കും. നമുക്ക് എല്ലാവർക്കും എന്നാ ഉണ്ട്? എന്നാ ഉണ്ട്? വിശ്വാസമുണ്ട്. ഓക്കെ. ഏതിലെ വിശ്വാസം? യേശുവിന്റെ കുരിശിൽ വിശ്വാസമുണ്ട്. ഓക്കെ. ഇന്ന് നമ്മൾ ഇവിടെ രാവിലെ വന്നപ്പോൾ, അല്ലെ ഈ സന്ധ്യക്ക് വന്നപ്പോൾ, ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം കൺവെൻഷന് വരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്തോളാം പറഞ്ഞിരിക്കുക. ഇതിന്റെ വാതിക്കൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്തോളാം പറഞ്ഞിരിക്കുക. എത്ര പേരുണ്ടാവും? ഇന്ന് നാളെയൊക്കെ സംഭവിക്കല്ലേ? വെടിവെച്ചോളാൻ പറഞ്ഞ എത്ര പേരുണ്ടാവും? വരുന്ന എല്ലാവരും വെടിവെച്ചോളാൻ പറഞ്ഞ എത്ര പേരുണ്ടാകും? എന്താണ് വിശ്വാസം? കർത്താവേ പ്രിയമുള്ളവനെ, വിശ്വാസം ഇത് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31 എടുക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ എന്ത് ചെയ്തു? യേശു പറയുകയാണ്, സാത്താൻ വന്നടാ. ശീമോനെ, സാത്താൻ വന്നു, കൽപ്പന ചോദിച്ചു, പെർമിഷൻ കൊടുത്തു. സാത്താൻ വന്നു, കൽപ്പന ചോദിച്ചു, പെർമിഷൻ കൊടുത്തു. യേശു പറയുന്നു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ. അപ്പൊ ഏതുണ്ടെങ്കിൽ സാത്താൻ ജയിക്കില്ല? കുരിശിൽ വിശ്വാസം. ഇത് നമുക്ക് വേണം. കുരിശിൽ സാത്താൻ തോറ്റു. എനിക്ക് നിങ്ങൾക്കും പാപമോചനം കിട്ടി. കുരിശിൽ എന്നാ കിട്ടി? പാപമോചനം കിട്ടി. ശാപങ്ങൾ മോചിക്കപ്പെട്ടു. ഏതെങ്കിലും വിധത്തിലുള്ള ശാപം, എല്ലാവരും ശാപത്തില്ല. ന്യായപ്രമാണം തെറ്റിച്ചാൽ ശപിക്കപ്പെട്ടവൻ. അപ്പൊ നമ്മൾ എല്ലാവരും ആരാ? ശാപത്തിന്റെ കീഴിലായിരുന്നു. ഗലാത്യർ 3:13 പറയുന്നു, ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. കുരിശു മൂലം സൗഖ്യം തന്നു. പത്രോസിന്റെ ലേഖനം, 1-ാം ലേഖനമാണെന്ന് തോന്നുന്നു, 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആ കുരിശിൽ അടിപ്പിണരിൽ സൗഖ്യം തന്നിട്ടുണ്ട്. നമുക്കൊരു സൗഖ്യം തന്നു. കണ്ടോ? പാപമോചനം, ശാപങ്ങളുടെ വിടുതൽ, സൗഖ്യം. നീ ഏതെങ്കിലും വിധത്തിൽ കെട്ടപ്പെട്ടവനായി കെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ ബന്ധനം അഴിച്ചു കുരിശിൽ. ഇത് വിശ്വസിക്കണം. കർത്താവേ പ്രിയമുള്ളവരെ, ഈ ശക്തി വിശ്വസിച്ചാൽ സാത്താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആകയാ പ്രിയമുള്ളവരെ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഒന്ന് പറഞ്ഞേ എല്ലാവരും.
അപ്പൊ നമ്മൾ ചെയ്യുന്ന അടയാളം ഒന്ന് വരച്ച്, എന്താ ഇത്? കുരിശ്. ഇങ്ങനെ ഒരാൾ വിശ്വസിച്ച് വരച്ചാൽ ആര് മാറും? ഇത് മാറും. കർത്താവ് പറയുകയാണ്, അവനെ തോറ്റ കക്ഷിയാണ്, അവൻ ഇത് കണ്ടാൽ അറിയാം തോറ്റവനാണ്, നിൽക്കാൻ വരത്തില്ലെന്ന്. കുരിശിന്റെ ശക്തി പരിശുദ്ധനായ പരിമല തിരുമേനി സ്ലീവായി എടുത്തപ്പോൾ സാത്താൻ ഓടിയില്ലേ? നമ്മൾ സ്ലീവായി എടുത്താലോ സാത്താൻ ചോദിക്കാ, ഇതാരാടാ? ഇത് അട്ടപ്പാടിയിലെ അച്ഛനാ, നമുക്കറിയാം. പിന്നെ അലർന്ന സിംഹം. എന്താ കാര്യം? ആഴത്തിൽ വിശ്വാസം. കർത്താവ് ശീമോനോട് പറഞ്ഞു, ശീമോനെ വിശ്വാസം വേണോടാ, കുരിശ് വിശ്വാസം വേണം, വിശ്വാസം വരണം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണിത്. ആ വിശ്വാസം നിനക്ക് വേണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് സാത്താൻ ഇറങ്ങും. ഇന്നും അനേക വീട്ടിൽ എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഈ പൂച്ചയും കൂടോത്രം പറഞ്ഞിരിക്കുക. സാത്താൻ ജയിക്കും കേട്ടോ. അവിടെ നമുക്കൊരു വലിയ ശക്തി തന്നിട്ടുണ്ട്. എന്തിന്റെ ശക്തിയാണ്? കുരിശിന്റെ ശക്തി. ഇത് നമ്മൾ വിശ്വസിക്കണം. ഈ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ സാത്താൻ ഇല്ലാതെയാകും. സാത്താൻ അവിടെ തീർന്നു പോകും. കുരിശിൽ സാത്താനെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ആകയാ പ്രിയമുള്ളവരെ, വീട്ടിൽ ഒരു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് തൃത്വനാമത്തിൽ സ്തുതിച്ച് കുരിശ് വരച്ചാൽ തന്നെ മതി. That's enough. വീട്ടിൽ നിന്ന് ഇറങ്ങുവന്ന് സാത്താൻ ഒന്ന് കുരിശ് വരച്ചാൽ മാത്രം മതി, ഇറങ്ങും. കണ്ടോ? അപ്പൊ ഈ ശക്തി അറിയണ്ടേ നമ്മള്? ഇതാണ് രണ്ടാമത്തെ കാര്യം. കുരിശിന്റെ അടയാളം സാത്താന് പേടിയാണ്. മൂന്നാമത്തേത്, വേഗം പോകാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം എടുക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ തിന്മകൾ മാറിപ്പോകണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിശാചും സാത്താനും എന്ന മഹാസർപ്പം ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. പിശാചും, പിന്നെ എന്നാ പറഞ്ഞത്? സാത്താനും എന്ന മഹാസർപ്പം ഈ ഭൂമി വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ വന്നത്? 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 11-ാമത്തെ വാക്യത്തിന്റെ തൊട്ട് മുമ്പിലുണ്ട്, ദൈവസന്നിധിയിൽ എല്ലാരെയും കുറ്റം പറയാൻ. സാത്താൻ എന്തിനാ വന്നേ? ദൈവസന്നിധിയിൽ എല്ലാരെയും കുറ്റം പറയാൻ. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാത്താൻ ഇപ്പോ ദൈവത്തിന്റെ മുമ്പിലുണ്ട്. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, അവന് യോഗ്യതയില്ല, അവന് യോഗ്യതയില്ല. ഈ പറയുന്ന വചനം മുഴുവൻ തെറ്റിച്ചവനാണ് അവൻ. അവൻ ഈ തിന്മകൾക്ക് അടിമപ്പെട്ടവനാണ്. അവൻ ഈ ഫോണിൽ കിടന്നവനാണ്. ഈ പാപങ്ങളിൽ ജീവിച്ചവനാണ്. യോഗ്യതയില്ല, യോഗ്യതയില്ല, യോഗ്യതയില്ല. സക്കറിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ, അതോ 2-ാം അധ്യായമാണ്, സക്കറിയാവിന്റെ പുസ്തകത്തിൽ ഒരു ദർശനം കാണുകയാണ്. എന്താ ദർശനം എന്നറിയാമോ? ഇതാ ഒരു പുരോഹിതൻ കാപ്പയിട്ടുകൊണ്ട് നിൽക്കുകയാണ്. 3-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതനായ യോശുവ കാപ്പയിടുകയാണ്. അംശവസ്ത്രം ധരിക്കുന്നു. ആ ധരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, യഹോവയുടെ ദൂതൻ മുമ്പിലുണ്ട്, ദൈവത്തിന്റെ ദൂതൻ മുമ്പിലുണ്ട്. സാത്താൻ വലതുവശത്ത് നിന്നിട്ട് പറയുന്നു, ഈ കാപ്പയിടാൻ യോഗ്യതയില്ലവന്, ഈ കാപ്പയിടാൻ യോഗ്യതയില്ലവന്, ഇവൻ പാപിയാണ്, ഇവൻ കഴിഞ്ഞ ദിവസം ഇന്ന തിന്മ ചെയ്തവനാണ്. ഓരോ കുറ്റങ്ങളും ഇങ്ങനെ ദൈവത്തോട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? ഇങ്ങനെ ദൈവത്തോട് വാദിക്കുന്നവന്റെ പേരാണ് എന്ത്? സാത്താൻ. അപ്പൊ സാത്താന്റെ തൊഴിൽ എന്താ? സാത്താന്റെ തൊഴിൽ എന്താ? കുറ്റം പറയുക. അപ്പൊ കുറ്റം പറയുന്നവർ ആരുടെ കൂടെ? ആരുടെ കൂടെയാ? അപ്പൊ നല്ല എളുപ്പമുള്ള പണിയുണ്ട്. വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ആര് വന്നുകൊണ്ടിരിക്കും? സാത്താൻ. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആരുടെ കൂട്ടാളിയാവും? ദൈവത്തിന്റെ. കണ്ടോ? സാത്താൻ ഇങ്ങനെ കുറ്റം പറഞ്ഞു. ഇവൻ കാപ്പയിട്ടുകൊണ്ടിരിക്കുമ്പോൾ യോഗ്യതയില്ല, യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, സാത്താനെ നീ മിണ്ടരുത്. കണ്ടോ? ദൈവം ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, സാത്താനെ നീ മിണ്ടരുത്.
അവന് ഞാൻ ഒരു വസ്ത്രം കൊടുക്കും. എന്താ വസ്ത്രം എന്നറിയാമോ? വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്, കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച വസ്ത്രം. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. വളരെ മനോഹരമായ വസ്ത്രം, കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച വസ്ത്രം അവനെ ധരിപ്പിക്കും. എന്നിട്ട് ദൈവം പറയാണ്, ഉത്സവ വസ്ത്രം ഞാൻ അവനെ ധരിപ്പിക്കും. അവൻ ചെയ്ത തെറ്റിന് പരിഹാരമുണ്ടായി. യോശുവ ചെയ്ത തെറ്റിന് പരിഹാരമുണ്ടായി. ഞാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമുണ്ടായി. എവിടെയാണെന്നറിയാമോ? ക്രൂസിൽ. എവിടെയാണ് പരിഹാരം? അതുകൊണ്ട് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, സാത്താൻ നിരന്തരം കുറ്റം പറഞ്ഞപ്പോൾ അവർ സാത്താനെ ജയിച്ചു. എങ്ങനെ ജയിച്ചു? 2 കാര്യങ്ങൾ പറയുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും പിന്നെ സാക്ഷ്യവചനം കൊണ്ടും. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യ വചനം കൊണ്ടും. കർത്താവേ പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ കൊണ്ട് അവർ ജയം പ്രാപിച്ചു. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. യോശുവ മഹാപുരോഹിതനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. എങ്ങനെയാണെന്നറിയാമോ? ദൈവം ഇതാ ഒരു കുഞ്ഞാടിനെ അറുത്ത് ആ രക്തത്തിൽ നിന്റെ മലിനമായ വസ്ത്രങ്ങൾ കഴുകി ഇതാ നിനക്ക് തരികയാണ്. ഇനി സാത്താന് കുറ്റം പറയാൻ പറ്റില്ല. ആകയാ പ്രിയമുള്ളവരെ, ഓരോ ഭവനങ്ങളുടെ മേലും കുഞ്ഞാടിന്റെ രക്തം ഒഴുകണം. എന്താ ഈ കുഞ്ഞാടിന്റെ രക്തം? എന്താ ഈ കുഞ്ഞാടിന്റെ രക്തം? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കുഞ്ഞാടിന്റെ രക്തം ഉണ്ടോ? ഉണ്ടോ? പഴയ നിയമത്തിൽ എവിടെയാണ് കുഞ്ഞാടിന്റെ രക്തം? ഇതാ മിസ്രയീം പാളയത്തിലൂടെ ആര് വരുന്നു? സംഹാരദൂതൻ. ആരാ വരുന്നത്? സംഹാരദൂതൻ കടന്നു വരുന്നു. പുറപ്പാട് പുസ്തകം എടുക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഈ രാത്രിയിൽ മിസ്രയീം ദേശത്തുകൂടെ സംഹാരദൂതൻ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും, മനുഷ്യന്റെ മാത്രമല്ല പിന്നെ എന്തുകൊണ്ട്, മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. ഇനി വായിച്ചു കേട്ടെ, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തമടയാളമായിരിക്കും. ഏതടയാളം? എന്താ ഈ അടയാളം എന്ന് പറഞ്ഞാൽ? അടയാളം. ഇപ്പൊ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒത്തിരി അടയാളങ്ങളുണ്ട്. സൈൻ ബോർഡ്സ് എന്ന് പറയും, ഇല്ലേ? അങ്ങോട്ട് പോകുന്ന വഴി, എനിക്ക് ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും അറിയത്തില്ല, വട്ടിയൂർക്കാവ്, ഇങ്ങനെ ഒരു വഴി. അപ്പൊ ഓരോ വഴികൾക്കും സൈൻ ബോർഡുകൾ. കർത്താവേ പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, അവർ സാത്താനെ ജയിച്ചു. എന്തിന്റെ അടയാളത്താൽ? കുഞ്ഞാടിന്റെ രക്തം. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ വീടിന് അടയാളം രക്തമാണ്. നിങ്ങളുടെ വീടിന് എന്താണ് അടയാളം? രക്തം. എന്ത് ചെയ്യണം? വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകേതുവാകത്തില്ല. അടുത്തത്, കട്ടിടപ്പടികളിന്മേൽ പൂശാൻ 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ കുറുമ്പടി മേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ ഒഴിഞ്ഞു പോകും. കർത്താവിൽ പ്രിയമുള്ളവരെ, യേശു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും സാത്താൻ പോകത്തില്ല. യേശു കുരിശിൽ മരിച്ച് രക്തം ചീന്തിയെങ്കിൽ, ഓർക്കണം, അട്ടപ്പാടിയിൽ ഈ അടുത്ത നാളിൽ പേപ്പട്ടി അടിച്ചു. എന്നാ കടിച്ച്? പേപ്പട്ടി അടിച്ചു. അപ്പൊ അതിന്റെ മരുന്ന് അവിടെ ഇല്ലായിരുന്നു, ഊട്ടിയിൽ. അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാ പറ്റും? മരുന്ന് അവിടെ ഉണ്ട്, ഇരുന്നോട്ടെന്ന് പറഞ്ഞാല് രോഗം മാറുമോ? അവിടെ ചെല്ലണം. കർത്താവ് സ്നേഹമുള്ളവർ, കർത്താവ് കുരിശിന്മേൽ രക്തം ചൊരിഞ്ഞു. ഈ രക്തം എന്നിൽ വന്നേ പറ്റുകയുള്ളൂ. രക്തമൊഴുകണം. അതാണ് ആന്റിവെനം എന്ന് പറയും. ആന്റിവെനം. ഞാൻ ഒരിക്കൽ ഒരു സ്വപ്നം കാണാനിടയായി. പല പിള്ളേരും കാണുന്ന ഒരു സ്വപ്നമാണ് പാമ്പ് വരുന്ന സ്വപ്നം, ഇല്ലേ? പലരും കാണുന്ന സ്വപ്നമാണ് എന്ത്? പാമ്പ് വരുന്ന സ്വപ്നം. ഞാൻ അട്ടപ്പാടി ആശ്രമത്തിൽ നിന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ എങ്ങും ആരുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു വീടുമില്ല.
ഇവിടെ ഇരിക്കുന്ന ആർച്ച് ബി അച്ഛനും ഒക്കെ നന്നായിട്ട് അറിയാം. അവിടെയൊന്നും ഒന്നുമില്ല, ഒരു മനുഷ്യനുമില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ചുറ്റുപാടൊന്നും ആരുമില്ല. ആ പോകുന്ന സമയത്ത് പ്രിയമുള്ളവര് പെട്ടെന്ന് മുമ്പിൽ എന്തോ ഒരു സാധനം, സ്വപ്നമാണേ, മുമ്പിൽ എന്തോ ഒരു സാധനം. ഞാനിത് ഇങ്ങനെ നോക്കി, ഇതെന്താണ്? അതിങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ എന്നെക്കാൾ ഉയർന്ന മഹാസർപ്പം ഇങ്ങനെ നിൽക്കുക. മഹാസർപ്പം കേട്ടോ, അതിഭയങ്കരമായ സർപ്പം. സ്വപ്നത്തിൽ ഒരു പ്രശ്നമുണ്ട്, എന്നറിയുമോ? കാറാൻ നോക്കിയാൽ സൗണ്ട് വരത്തില്ല, ഓടാൻ നോക്കിയാൽ ഓടാനും പറ്റില്ല. ഞാൻ വല്ലാതെ സ്റ്റക്കായി. ഈ പാമ്പെന്നെ കൊത്തി. ഞാൻ അപ്പോൾ നിലവിളിച്ചെങ്കിലും അവിടെ എങ്ങും ആരും ഇല്ല. ഞാൻ ആ കൊത്തിയ പാടെ വീണു. കർത്താവേ, പ്രിയമുള്ളവരെ, പാപത്തിന്റെ ശമ്പളം മരണം. അതുകൊണ്ട് പൗലോസ്ലീഹ ഇങ്ങനെ ചൊല്ലി, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹോശേയ പ്രവചനത്തിൽ നിന്നാ ചൊല്ലിയത്. ഹേ മരണമേ, വിഷമുള്ള എവിടെ? ഏതും തോട്ടത്തിൽ വന്ന സർപ്പം നിന്നെ കൊത്തിയെങ്കിൽ മരിക്കും നീ, ഉറപ്പ്. നീ പാപം ചെയ്തപ്പോൾ സാത്താൻ കൊത്തിക്കഴിഞ്ഞെന്ന്, മരണം ഉറപ്പ്. ഇനി ഇതിന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് എന്നാ കിട്ടണം? സർപ്പത്തിന്റെ വെനം എന്റെ കയ്യിലുണ്ട്, എന്റെ ശരീരത്തിൽ കൂടെ വ്യാപരിക്കുക. ഇതിനെതിരായ സാധനത്തിന്റെ പേരെന്താണ്? ആന്റി വെനം. അത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു കാഴ്ച കാണാൻ പറ്റി. എന്താണെന്നറിയാമോ? യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം. എന്നെ നിങ്ങളെയും പാപമരണത്തിൽ നിന്ന് വിടുവിച്ചത് യേശുവിന്റെ രക്തമാണ്. ആ രക്തം നീ കുടിക്കുന്നതിന്റെ പേരാണ് വിശുദ്ധ കുർബാന. അതിന്റെ പേരെന്താണ്? അവിടെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ വിശുദ്ധ കുർബാനയിൽ ആ രക്തം നീ സ്വീകരിക്കണം. വീണ് കിടന്ന എന്നിൽ കർത്താവ് രക്തം ചുരിഞ്ഞു കുടിപ്പിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. ആ എഴുന്നേറ്റിന്റെ പേരാണ് ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? നിന്റെ വിഷമുള്ളില്ല, തകർന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരാതര വിഷപ്പല്ലു ഇനി തെല്ലും ഭയാമെന്നി മൃത്യുവിനെ വെല്ലുവിളിക്കുകയാ. യേശു ജീവിക്കുന്നു. ഈ പാട്ടി പറയുകയാണ്, യേശു ജീവിക്കുന്നു. ഹേ മരണമേ, വിഷമുള്ള എവിടെ? ഇനി നോക്കിക്കേ, 1 കൊരിന്ത്യർ പുസ്തകം 15-ാം അധ്യായം 55 മുതലുള്ള വാക്യങ്ങൾ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? സർപ്പം കൊത്തിയിട്ട് പോയിരിക്കുക. ഹേ മരണമേ, വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപമാണ്. ഞാനും നിങ്ങളും ഓരോ മുറികളിലിരുന്ന് ചെയ്യുന്ന പാപം മരണവിഷമുള്ളാണ്. അത് നീ കൊത്തിയിട്ടുണ്ടെങ്കിൽ മരിക്കും നിശ്ചയം. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ശക്തി നിനക്ക് ജയം തരും. കർത്താവിന്റെ ശക്തി നിനക്ക് ജയം തരും. പൗലോസ്ലീഹ പറയുകയാണ്, അങ്ങനെ രക്തം നിന്നെ കുടിപ്പിച്ച് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രക്തം തന്ന കർത്താവിന് സ്തോത്രം. അതല്ലേ 57-ാമത്തെ വാക്യം? ആ ദൈവത്തിന് സ്തോത്രം. എന്റെ കുടുംബത്തിൽ നിന്ന് ഈ പാപ വിഷബാധ മാറ്റിക്കളഞ്ഞ കർത്താവിന് സ്തോത്രം. കർത്താവേ, പ്രിയമുള്ളവരെ, കുഞ്ഞാട് അറുത്തൊന്നും പറഞ്ഞിരിക്കരുത്. ഈ രക്തം വന്നില്ലെങ്കിൽ മരിക്കും നിശ്ചയം. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി എങ്ങോട്ട് വരണം? ബലിപീഠത്തിൽ. എവിടെ വരണം? ബലിപീഠത്തിൽ. ആ രക്തം നീ ചെയ്ത പാപ വിഷമുള്ളിന് പരിഹാരം തരുന്നതാണ്. വിശുദ്ധ കുർബാന നീ സ്വീകരിക്കണം. കർത്താവിന്റെ രക്തം സകല പാപവും പോക്കും. 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. കർത്താവ്, പ്രിയമുള്ളവര്, പാമ്പ് കൊത്തിയിട്ട് മാറി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ചാവും എന്ന് പറഞ്ഞു. ഇന്നലെയും കൂടെ ഉണ്ടല്ലോ ഓരോ പാപം ചെയ്യിപ്പിച്ച്, ഇല്ലേ? ആ പാമ്പ് കൊത്തിയിട്ട് മാറി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അവൻ ചാവും. കർത്താവ് വന്നു, അവന്റെ രക്തം നമ്മുടെ മേൽ അവൻ ഒഴുക്കി. കർത്താവേ, പ്രിയമുള്ളവരെ,
വെളിപാട് പുസ്തകം പറയുകയാണ്, അവർ ജയിച്ചത് കുഞ്ഞാടിന്റെ രക്തത്താലാണ്. ആകയാൽ ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ട് ഞാനും നിങ്ങൾ ഭാഗ്യമുള്ളവർ. ഈ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ചേരാൻ വേണ്ടി വിളി കിട്ടിയ ഞാനും നിങ്ങളും ഭാഗ്യമുള്ളവർ. കർത്താവ് പറയുകയാണ്, എന്റെ രക്തം പാനം ചെയ്യണം. എന്റെ രക്തം എന്ത് ചെയ്യണം? പാനം ചെയ്യണം. അത് നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കും. ഈ മരണം മാഞ്ഞു പോകും. എന്റെ ശരീരം സാത്താൻ ഏതാ ഒരുക്കി? പാതാളം. വചനം പറയാണ്, എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുവൻ പാതാളത്തിലേക്ക് പോകില്ല. വിശ്വസിച്ച പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ തിരുരക്ത സ്വീകരണത്തിന് ശക്തിയുണ്ട്. ഭവനത്തിൽ നിന്ന് തിന്മകൾ മാഞ്ഞു പോകും. അടുത്ത എന്താണ് പറയുന്നത്? സാക്ഷ്യവചനം. എന്താ പറയുന്നത്? അപ്പൊ തിരുരക്തം മാത്രമല്ല അവർ ജയിച്ചത്, സാക്ഷ്യവചനം. എന്താ ഈ സാക്ഷ്യവചനം? സാക്ഷ്യവചനത്താ ജയിച്ചു. എന്താ ഈ സാക്ഷ്യവചനം? ഇങ്ങനെ ഒരു വചനമുണ്ടോ? സാക്ഷ്യവചനം. എന്താ ഈ വചനം എന്ന് പറഞ്ഞാൽ, കർത്താവ് പ്രിയമുള്ള, രാവിലെ ഞാനൊരു ബുക്ക് കൊടുത്തില്ല, നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിലൊരു വചനമുണ്ട്. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞ, അച്ഛാ, ഒരപ്പച്ചനും അമ്മച്ചിയും സ്ഥിരമായിട്ട് പറയാ, വീട്ടി വാ, വീട്ടി വാ, വീട്ടി വാ. ഞാൻ ആ വൈകിട്ട് ചെന്നു. വൈകിട്ട് ശുശ്രൂഷയൊന്നുമില്ല, സന്ധ്യാ നമസ്കാരം മാത്രമേ ഉള്ളൂ. ഒരു വികാരി അച്ഛൻ പറഞ്ഞു, നമുക്ക് ആ വീട്ടിൽ ഒന്ന് പോകാം, നാളെ പകലല്ലേ ധ്യാനമുള്ളൂ, നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ പോയി ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോ പ്രിയമുള്ളവര്, ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന് കയറി ഉടനെ ആ അപ്പച്ചൻ സമയം ഒന്നും നഷ്ടമാക്കാതെ വേഗം പറഞ്ഞു, അച്ഛന്മാരെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? അപ്പൊ വികാരി അച്ഛനും പറഞ്ഞു, അറിയത്തില്ല. പ്രായമുള്ള അച്ഛനെ വികാരി അച്ഛൻ അറിയത്തില്ല. കർത്താവേ പ്രിയമുള്ളവരെ, അപ്പച്ചൻ പറഞ്ഞു, ഈ വീട്ടിൽ കൂടെ പോക്കുവരത്തുണ്ട്. ഈ വീട്ടിൽ കൂടെ എന്നാ ഉണ്ട്? ഞാൻ ആ വീട്ടിലിരുന്ന് ആദ്യമായിട്ട് കേൾക്കുക ഈ വാക്ക്. പോക്കുവരത്തെന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുക. ആ വീട്ടിലിരുന്ന് പോക്കുവരത്തുണ്ട്. ഞാൻ വല്യച്ഛനെ തോണ്ടി. വല്യച്ഛൻ ചിരിച്ചൊരു ചവിട്ടും തന്നു. കാരണം എനിക്ക് ഈ വിഷയം അറിയത്തില്ല, പോക്കുവരത്ത് എനിക്കറിയത്തില്ല. അപ്പൊ ഈ വല്യച്ഛൻ എന്ത് ചെയ്യുന്നെന്ന് അറിയാമോ? വല്യച്ഛൻ അപ്പച്ചനോട് ചോദിച്ചു, ഈ പോക്കുവരത്ത് എന്താന്ന്? ഉടനെ അടുക്കളയിൽ ഞങ്ങൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മച്ചി അവിടുന്ന് ഓടി ഇവിടെ വന്നിരിക്കുക. പോക്കുവരത്ത് അറിയത്തില്ല എന്നാ? എന്റെ അച്ഛ, ഈ വീട്ടിൽ കൂടി ഒരു സാധനം കയറി വരും, അതിങ്ങനെ കയറി ഇറങ്ങിപ്പോകും. എന്നിട്ട് അപ്പോ പറയുകയാണ്, എന്നിട്ട് എന്താ വെച്ചാ, ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയ കഴിക്കാൻ തോന്നില്ല, ഇവിടെ തുണി കിടന്നാൽ നനയ്ക്കാൻ തോന്നില്ല. ഞാൻ പറഞ്ഞു, മടിയായിട്ട് ഇതൊക്കെ മനസ്സിൽ പറഞ്ഞ കേട്ടോ. ഇവിടെ തുണി കിടന്നാൽ നനയ്ക്കാൻ തോന്നില്ല. നല്ല കട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കിടന്നാൽ എന്നാ വരത്തില്ല? ഉറക്കം വരത്തില്ല, മനസ്സിൽ സന്തോഷമില്ല. മൂത്ത മകൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മച്ചി പറയാണ്, അച്ഛാ, ഞങ്ങളുടെ മൂത്ത മകൻ, രണ്ട് പെമ്മക്കളെ കെട്ടിച്ചും വിട്ടു, മൂത്ത മകൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിനാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അവനിപ്പോ ഒരു വാടക വീട്ടിലാണ്. ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ സങ്കടമായിരുന്നു അച്ഛാ. ആകെ കാണാൻ പറ്റുന്ന സ്ഥലം പള്ളിയാണ്. ഞങ്ങൾ ഞായറാഴ്ചയിലും ഈ പിള്ളേരെ കാണാം. സംസാരിക്കാൻ നിന്നും സംസാരിപ്പിക്കത്തില്ല. പിള്ളേരെ വിളിച്ചു സൺഡേ സ്കൂളെ മറ്റേ വിടത്തില്ല. എന്ത് ചെയ്ത? സംസാരിപ്പിക്കത്തില്ല. അപ്പച്ചൻ പറയാ, അച്ഛാ, എന്നാലും വെളുപ്പിനെ 4 മണിക്ക് അവൻ റബ്ബർ വെട്ടാൻ ഇവിടെ വരുമെന്ന്. റബ്ബർ വെട്ടാൻ ഈ പറമ്പിൽ വരും 4 മണിക്ക് ടോർച്ച് ഒക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് ഈ പോക്കുവരത്തിന്റെ പ്രശ്നം. എന്താണ്? ഇതാണ് ഈ പോക്കുവരത്തിന്റെ പ്രശ്നം. അപ്പൊ അച്ഛന്മാരെ വിളിച്ച് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ ഈ അച്ഛന്മാരെ വിളിച്ച്? അപ്പൊ അപ്പച്ചനെ തെളിച്ചങ്ങോട്ട് പറയാ, അച്ഛാ, ഞങ്ങൾ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ സെമിനാരി പഠിച്ചപ്പോൾ ഈ കെട്ടുന്ന പണിയില്ലേ, അതങ്ങ് കെട്ടിട്ടിന്ന് പോയാ മതി. ആരെ കെട്ടുന്ന പണി? സാത്താനെ കെട്ടുന്ന പണിയുണ്ട് കടമറ്റത്ത്. അത് കെട്ടിയിട്ട് പോയാൽ മതിയെന്ന് വന്നിയ കോർപ്പിസ്കോപ്പ് അച്ഛന്മാരുണ്ട്. ഇവരൊക്കെ പഠിച്ചോന്ന് എനിക്കറിയത്തില്ല. കർത്താവ് പ്രിയമുള്ളവർ, ഞങ്ങളാരും പഠിച്ചിട്ടില്ല. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞു, എന്റെ അപ്പച്ച, ഇതൊന്നും ഞങ്ങൾ അവിടെ പഠിച്ചിട്ടില്ല, ഇതൊന്നും അവിടെ പഠിച്ചിട്ടില്ല. പിന്നെ ഒന്ന് ചെയ്യാം, ഞങ്ങൾ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഞങ്ങൾ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു.
പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോ പ്രിയമുള്ളവര് ചവണ്ട് മുഷിഞ്ഞ ഒരു വേദപുസ്തകം അവിടെ ഇരിപ്പുണ്ട്, ഒരു ചവണ്ട് മുഷിഞ്ഞ ഒരു വേദപുസ്തകം. ഞാൻ വെറുതെ അത് കയ്യിലെടുത്തു, വെറുതെ എടുത്ത കേട്ടോ. വല്യച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഈ വീട്ടിൽ നിന്ന് ഈ സാത്താൻ എന്ത് ചെയ്യണം? ഇറങ്ങണം. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് തീരാറായ സമയത്ത് ഞാൻ വെറുതെ വേദപുസ്തകം തുറന്നു. വെറുതെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു വാക്യം ഇങ്ങനെയാണ്: ആരും പോക്കുവരത്ത് ചെയ്യില്ല. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ, അല്ലേ? അപ്പൊ ഞാൻ ഓർത്തു, എനിക്ക് തോന്നുന്നതായിരിക്കും ഇങ്ങനെ, ആരും പോക്കുവരത്ത് എനിക്ക് തോന്നുന്നതായിരിക്കും. വീണ്ടും ശ്രദ്ധിച്ചു, ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് കേട്ടോ. അപ്പൊ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. വല്യച്ഛൻ നല്ല ആശീർവാദം കൊടുത്തു. ഞാൻ ഈ വല്യച്ഛന് വേദപുസ്തകം കൊടുത്തു. വല്യച്ഛ ഇതൊന്ന് വായിച്ചു. വല്യച്ഛൻ വായിച്ചു, ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു വചനം വേദപുസ്തകം നാളുകളായിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് ആ വീട്ടിൽ കണ്ടു, ആരും ഇനി പോക്കുവരത്ത് ചെയ്യാതെ വണ്ണം ഞാനൊരു പട്ടാളമായി നിന്റെ വീടിന് ചുറ്റും ഇറങ്ങി വരും. ഞാൻ രാവിലെ പറഞ്ഞു, വചനം ദൈവത്തിന്റെ ശ്വാസമുണ്ടെന്ന് പരിശുദ്ധനായ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞു. എല്ലാ വചനവും ഗോഡ് ബ്രീത്ത്ഡ്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ത്ഡ്. എല്ലാ വചനത്തിലും ദൈവത്തിന്റെ ശ്വാസമുണ്ട്. എന്താ ഈ ശ്വാസം? റൂഹ, ആത്മാവ്. എല്ലാ വചനത്തിലും എന്തുണ്ട്? ആത്മാവുണ്ട്. ആത്മാവുണ്ടെങ്കിൽ ജീവനുണ്ട്. വചനം ജീവനും ചൈതന്യമുണ്ട്. വചനം പ്രവർത്തിക്കും. സാക്ഷ്യവചനം എന്താന്ന് പറയാം. ഇതാ ഈ വീട്ടിൽ ഈ വചനം കിട്ടി. സക്കറിയാവിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം: ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ഭവനത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനോ ഈ വീട്ടിൽ കൂടെ കയറില്ല. എന്റെ കണ്ണ് ഈ വീട്ടിലുണ്ട്. എന്റെ കണ്ണ് എവിടെയുണ്ട്? ഈ വചനം വിശ്വസിച്ചോ? ഈ വചനം എന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്നാൽ ഇത് സാക്ഷിവചനാകുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ വചനം വിശ്വസിച്ചാൽ വാ കൊണ്ട് ഏറ്റു പറയണം. ഹൃദയത്തിൽ നീ വിശ്വസിച്ചത് വാ കൊണ്ട് ഏറ്റു പറയുന്നതിന്റെ പേരാണ് സാക്ഷ്യവചനം. റോമാലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം: ഹൃദയം കൊണ്ട് നീതിക്കായി നീ വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്താൽ നിന്റെ കുടുംബം ലജ്ജിക്കത്തില്ല, സാത്താൻ ഇറങ്ങും. ഇതിന്റെ പേരാണ് സാക്ഷ്യവചനം. ഹൃദയം കൊണ്ട് നീ വിശ്വസിച്ച വചനം വാ കൊണ്ട് ഏറ്റുപറയണം. വാ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ആ വചനം നിന്റെ വീട്ടിൽ നിവൃത്തിയാകും. സാക്ഷ്യവചനം. വെളിപാടിൽ പറയുകയാണ്, അവർ സാത്താനെ ജയിച്ചത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും അനേക വചനം കൊണ്ടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. സാത്താൻ യേശു തമ്പുരാന്റെ അടുക്കൽ വന്നു. സാത്താൻ ആരുടെ അടുക്കൽ വന്നു? യേശു തമ്പുരാന്റെ അടുക്കൽ വന്നു. കർത്താവിനോട് പറഞ്ഞു, കല്ല് അപ്പമായി തീരണം. കല്ലെന്താകണം? അപ്പമാകണം. കർത്താവ് എന്നാ പറഞ്ഞത്? സാത്താനോട്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. നിർത്തിയോ കർത്താവ്? ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയോ? ഇല്ല. കർത്താവ് എന്നാ പറഞ്ഞത്? ജീവിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. In all scripture the word of God is God breathed. ആത്മാവ് നിറഞ്ഞതാണ്. കർത്താവ് സാത്താനോട് പറഞ്ഞു, കർത്താവ് ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് പറയുകയാണ്, സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവനുള്ള വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് തിരുവെഴുത്തിലുണ്ടടാ. രണ്ടാമത് സാത്താൻ ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ചാടിക്കോളാൻ പറഞ്ഞു. അപ്പൊ സാത്താനും എന്ത് ചെയ്തു? 91-ാം സങ്കീർത്തനം കോട്ട് ചെയ്തു. കാല് കല്ലിൽ തട്ടിപ്പോകില്ല. കർത്താവ് അപ്പൊ എന്നാ പറഞ്ഞത്? ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് തിരുവെഴുത്തിലുണ്ട്, ഇൻ സ്ക്രിപ്ചർ. പക്ഷേ ക്രിസ്ത്യാനിക്കില്ല. ഇൻ സ്ക്രിപ്ചർ. നിന്റെ വീടിന് വേണ്ടി എല്ലാ വചനവും ഈ ഇതിലുണ്ട്.
ആരും പോക്കുവരുത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ദൈവം ഒരു വചനം തന്നിട്ടുണ്ടെന്ന്. അത് നീ ഹൃദയത്തിൽ വിശ്വസിച്ച വീട്ടിൽ ചൊല്ലിയാൽ നിന്റെ ദൈവം ആത്മാവിൽ നിറഞ്ഞിറങ്ങി വരും. ആത്മാവ് വീട്ടിൽ വരും, വചനം വരണം. ഇതാ കർത്താവ് പറയാണ് സാത്താനോട്, രണ്ടാമത്തെ വചനം. മൂന്നാമത് സാത്താൻ കർത്താവിനോട് പറഞ്ഞു, ഇതെല്ലാം കണ്ടോ, വീണ് കിടന്ന് ആരാധിച്ചാൽ ഇതെല്ലാം തരും. എന്നാ കർത്താവ് പറഞ്ഞത് മറുപടി? എന്നാ പറഞ്ഞത്? 10-ാം വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്ചർ, വചനത്തിലുണ്ട്. ഈ 3 വചനം പ്രഖ്യാപിച്ചപ്പോൾ, സാക്ഷ്യവചനം 3 വചനം ചൊല്ലിയപ്പോൾ ആരില്ല പിന്നെ അവിടെ? ആരില്ല. അതാണ് വീട്ടിൽ വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? വീട്ടിൽ എന്നാ വായിക്കണം? അതെങ്ങനെ വായിക്കണം? എങ്ങനെ വായിക്കണം? മനസ്സിലല്ല, പിന്നെ എങ്ങനെ വായിക്കണം? ഒച്ചത്തിൽ, നല്ല ശബ്ദത്തിൽ. പണ്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും വായിക്കുമായിരുന്നു. അതിന്റെ അനുഗ്രഹമാണിന്ന്. ഇന്നുള്ളവർ വായിക്കില്ല. പണ്ടോ? വരും തലമുറ എങ്ങനെയാവും? വരും തലമുറ എങ്ങനെയാ? വചനം വീട്ടിൽ വായിച്ചാൽ ആത്മാവ് വരും, സാത്താൻ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് സാക്ഷ്യവചനം, വചനമുണ്ടാകണം നമ്മുടെ ഭവനത്തിൽ. ഇത് വന്നാൽ പ്രിയമുള്ളവരെ, സാത്താൻ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തിന്റെ ദൈവമോ എന്ത് ചെയ്യും? വേഗത്തിൽ സാത്താനെ കാൽക്കീഴിൽ എന്ത് ചെയ്യും? ചതച്ച് കളയും. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ കാൽക്കീഴി ചതച്ച് കളയും. ആത്മാവ് വേണം. പിന്നെ എന്താ പറഞ്ഞത്? കുരിശിലുള്ള വിശ്വാസം വർദ്ധിക്കണം. പിന്നെ കർത്താവിന്റെ തിരുരക്തം അനുഭവിക്കണം. പിന്നെ സാക്ഷ്യവചനം ചൊല്ലണം. സാത്താനെ നീ ചവിട്ടി മെതിക്കുമോ ഇല്ലയോ? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് ചൊല്ലിക്കൊടുത്ത വാക്യം ഇതാണ്. എന്താ വാക്യം ചൊല്ലിക്കൊടുത്തെന്നറിയാമോ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു. എന്തിനാ അധികാരം? ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടണം. നിന്റെ വീട്ടിൽ സാത്താനെ നീ ചവിട്ടണം, ചവിട്ടിക്കളയണം. ചവിട്ടി മെതിക്കും. സർപ്പത്തെയും അണലിയെയും ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാവനെയും മെതിക്കും, ചവിട്ടി മെതിച്ചു കളയും. ഇത് സംഭവിക്കണമെങ്കിൽ എന്റെ നിങ്ങളുടെയും വീട്ടിൽ പ്രിയമുള്ളവരെ ഈ വചനങ്ങളുടെ ശക്തി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് വരണം. തിന്മകളിൽ തോറ്റുപോകരുത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സന്ധിയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് നമ്മുടെ ഭവനത്തിൽ ജയാളിയായി നിൽക്കുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചെന്ന് നോക്കിക്കേ, കണ്ടേ. കർത്താവ് ജയിച്ചവനാണ്. എന്റെ ദൈവമേ, എന്റെ ഭവനത്തിൽ ഓരോ മുറികളും സാത്താനിരിക്കുന്ന സ്ഥലമാണോ? പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തിന്മകൾ കാണുന്ന, തിന്മകൾ പ്രവർത്തിക്കുന്ന ദൈവമേ, രാവും പകലും തിന്മകളിൽ വ്യാപരിക്കുന്ന ഭവനമാണോ? ഈ സമയത്ത് നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അബ്രഹാമിന്റെ മക്കളാരും സാത്താന്റെ കീഴിലാകാൻ ദൈവം സമ്മതിക്കില്ല. ഈ സന്ധിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. അവങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചില്ല. ഏതെങ്കിലും ഭവനങ്ങളിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആത്മാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബ്രഹ്മ നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ സ്വഭാവം കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ടോ? അറിവില്ലായ്മ കൊണ്ട് ആട് തെറ്റിപ്പോയതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മുടിയനായ പുത്രനെ പോലെ എല്ലാം അറിഞ്ഞിട്ടും
വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നവരുണ്ടോ? അകന്നു പോയവരുണ്ടോ? കർത്താവ് നിന്നെ നോക്കി പറയുകയാണ്, നീയാണ് നിന്റെ വീടിന്റെ വെളിച്ചം. ആത്മാവ് വരാൻ വേണ്ടി ആഗ്രഹിച്ച്, പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ദാഹിച്ച്. ഇതാ ശിംശോനിൽ ആത്മാവ് വന്നപ്പോൾ ബന്ധനങ്ങൾ കത്തി എരിഞ്ഞമർന്നു. ദാവീദിൽ ആത്മാവ് വന്നപ്പോൾ അലറുന്ന സിംഹമില്ല. ദാനിയേലിൽ ആത്മാവ് ഇറങ്ങിയപ്പോൾ സിംഹങ്ങൾ എന്നേക്കുമായി പരാജയപ്പെട്ടു. കർത്താവ് ഇറങ്ങുന്ന വീട്ടിൽ സിംഹമില്ല. അലറുന്ന സിംഹത്തെ ചവിട്ടുവാൻ കർത്താവ് നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവമേ, ആത്മാവിനാൽ ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് പറയുകയാണ്, ആത്മാവിനെ ചോദിച്ചാൽ എത്രയധികം തരും. ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ആത്മാവിനാൽ നിറയണം. ഞങ്ങളുടെ ഹൃദയങ്ങൾ ആത്മാവിൽ നിറയട്ടെ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, ദാനം തന്ന മക്കളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ മേൽ ആത്മാവ് നിറയട്ടെ. പാപങ്ങളിൽ കുടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരിലെല്ലാം ദൈവമേ ആത്മാവിനെ പകരുവാൻ നിന്റെ രക്തത്താൽ അവരെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഇതാ കർത്താവ് ക്രൂശ് കാണിച്ചു തരികയാണ്. ആ ക്രൂശിൽ നടന്ന സംഭവം, സാത്താന്റെ മുഴുവൻ ആയുധവും ആ ക്രൂശിന്റെ ചുവട്ടിൽ വെപ്പിച്ചു. ഒരായുധവുമില്ല, നിരായുധനാക്കി നിർത്തി. അവനെ പരസ്യമായ കാഴ്ചയാക്കി. കർത്താവ് വിജയം അവിടെ കൊണ്ടാടി. സകല ജാതികളും ഈ കാര്യം അറിയണം. കർത്താവ് ക്രൂശിൽ ജയിച്ചു. അതുകൊണ്ട് ക്രൂശ് എന്ന വാക്ക് വന്നാൽ പോലും സാത്താൻ പേടിക്കുന്നു. കർത്താവേ, ആ ക്രൂശിന്റെ ജയം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥാപിക്കണമേ. കുരിശിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശീമോനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ രക്തം കട്ടിടപ്പടികളിമേ പൂശിയപ്പോൾ സംഹാരദൂതൻ കടന്നുപോയതുപോലെ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിൽ സാത്താൻ കടന്നു പോകട്ടെ, തിന്മകൾ കടന്നു പോകട്ടെ, ദുഷ്ടാരൂപികൾ ഭവനങ്ങളിൽ നിന്ന് കടന്നു പോകട്ടെ. കർത്താവ് ഒരു പട്ടാളമായി ഭവനത്തിന് ചുറ്റും ഇറങ്ങുവാൻ തക്കവണ്ണം അവന്റെ സാക്ഷ്യവചനങ്ങൾ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ട്, അതരം കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ വലിയ അരൂപി നിറയട്ടെ. സാത്താൻ ചവിട്ടി അരയ്ക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ വചനം ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ഈ രാത്രി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ജയിക്കുന്നവനാണ്, കർത്താവ് വ്യാപരിക്കുന്നവനാണ്. ഈ സന്ധ്യയിൽ കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മേൽ നിറയട്ടെ. നമുക്ക് ചേർന്ന് രണ്ട് വരികൾ ചേർന്ന് പാടാം. മീഖയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സാത്താനെ എന്നെ ചൊല്ലി എന്ത് ചെയ്യരുത്? ചിരിക്കരുത്. സാത്താനെ എന്റെ വീട് കണ്ടിട്ട് എന്ത് ചെയ്യരുത്? ചിരിക്കരുത്. ഞാൻ വീണാലും എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരും. കർത്താവാണ് ജയിക്കുന്നത്. ആ വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇവിടെ പാടിയിട്ടുള്ള പാട്ടാണ്. വീണാലും ഞാൻ എഴുന്നേൽക്കും. ആ വരികളൊന്ന് ചേർന്ന് പാടാം. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. പാടാമോ? വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ. നമ്മുടെ വീടുകളൊക്കെ എത്ര വീണാലും കർത്താവ് പറഞ്ഞ വചനമാണ്. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം സാത്താനോട് പറയണം, സാത്താനെ ചിരിക്കരുത്, വീണാലും ഈ വീട് എഴുന്നേൽക്കും. ഇതാണ് സാക്ഷ്യവചനം. നീ ഇങ്ങനെ പറയണം, ഞാൻ പാപത്തിൽ വീണുപോയവനാണ്, വീണാലും എഴുന്നേൽക്കും. അതുകൊണ്ട് നല്ല ശക്തമായിട്ട് പാടിക്കേ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. അടുത്ത വാക്യം, എന്നേക്കുമായി നീ തകർക്കപ്പെടും. പാടാമോ? എന്നേക്കുമായി നീ. അതിനിച്ചിരി ശക്തി വരണം, ആത്മാവ് വരണം. എന്നേക്കുമായി നീ തകർക്കപ്പെടും. പാടിക്കേ. കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക്. വിജയിച്ചൊരു വീട് ഹൃദയത്തിൽ വിശ്വസിച്ച് ഇങ്ങനെ ഒരു വീട് തരും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ഈ പാട്ട് പാടി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമ്മുടെ ഭവനത്തിൽ ആരാ ജയിക്കുന്നത്? ആരാ ജയിക്കുന്നത്? കർത്താവ്. വിശ്വസിച്ച് കർത്താവ് ജയിക്കും. ഒന്ന് പറയാമോ? കർത്താവ് ജയിക്കും. പറഞ്ഞേ.
ഏത് ആത്മാവ് നഷ്ടപ്പെട്ടാലും തിരിച്ചു വരും കേട്ടോ, വിശ്വസിക്കണം. സാത്താൻ എന്ത് ചെയ്യും? തോറ്റവനാണ്. വീണാലും ഞങ്ങൾ എഴുന്നേക്കും. ചേർന്ന് പാടാമോ? എന്റെ കൂടെ പാടാമോ? നിങ്ങൾ എന്റെ കൂടെ അങ്ങ് പാടിക്കൂ. 1 2 3 സ്റ്റാർട്ട്. പാടാൻ പോവുകയാണ് കേട്ടല്ലോ, ചേർന്ന് പാടിക്കേ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. ഒന്നൂടെ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. എന്നേക്കുമായി നീ തകർക്കപ്പെടും. പടമോ? എന്നേക്കുമായി നീ. കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക് വിജയം തരും. ഈ 4 വരി വീട്ടിൽ പാടിയ കർത്താവ് ഇടപെടും. ഇത് മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യമാണ്. സാത്താൻ മീഖയുടെ കുടുംബം തകർത്തപ്പോൾ ദൈവം മീഖയോട് പറഞ്ഞു, എടാ ചൊല്ലടാ, സാത്താനെ നോക്കിയിട്ട് പറ, സാത്താനെ നീ തോക്കും, വീണാലും ഈ വീട് എഴുന്നേറ്റ് വരും. കർത്താവ് വെളിച്ചമാണ്. അവിടുത്തെ വചനം എങ്ങനെയാണ്? വെളിച്ചം. വെളിച്ചത്തിന്റെ പ്രത്യേകത ഇരുട്ട് കയറില്ല. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണ്? ഇരുട്ട് കേറില്ല. ഇറങ്ങും, സാത്താൻ ഇറങ്ങും, കർത്താവ് വിജയം തരും. ആകയാൽ നിങ്ങളുടെ ഭവനത്തിൽ സാത്താൻ തോക്കും, കർത്താവ് ജയിക്കും, വെളിച്ചം വരും. ഹൃദയത്തിൽ വിശ്വസിച്ച പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരും. സാത്താൻ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ, തിന്മകളുടെ കെട്ടുകൾ ഇറങ്ങിപ്പോകട്ടെ. കർത്താവ് ജയിക്കുന്ന കാഴ്ച കാണാൻ കർത്താവ് ചിരിക്കണം. കർത്താവ് എന്ത് ചെയ്യണം? ചിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മത്തായി, മറിയാമ്മ എല്ലാരും കാണുമ്പോൾ കർത്താവ് എന്ത് ചെയ്യണം? ചിരിക്കണം. കർത്താവ് ജയിക്കുന്നവരായി തീരണം. അതിനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. ഈ കൺവെൻഷന് കടന്നു വരാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ നന്മയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഇതിൽ എന്നെ ക്ഷണിച്ചിട്ടുള്ള ഇതിലെ വന്യ കൊറപ്പീസ്കോപ്പാച്ചന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠർ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ സമയം വരെ പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. നിങ്ങളെല്ലാവരോടുമുള്ള കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അട്ടപ്പാടി ആശ്രമത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് അവിടെ കോയമ്പത്തൂർ വന്നാൽ എളുപ്പത്തിൽ, ട്രെയിനിൽ അവിടെ ഇറങ്ങിയാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആശ്രമത്തിൽ എത്താവുന്നതാണ്. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അട്ടപ്പാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇരിക്കാം. ഇപ്പോൾ പാട്ടുപാടും. എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന് പാട്ടുപാടുന്നതിന് നേതൃത്വം നൽകുന്നത് നന്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ